ഹേ ഗൈസ്, അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്ന മൂവി 2025 ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് പുറത്തിറങ്ങിയ ഹാർട്ട് ടൈസ് എന്ന് പറഞ്ഞൊരു മൂവിയാണ് നമ്മളിന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അതുമല്ല, ഈ ഒരു മൂവി വാലന്റൈൻസ് ഡേ ആ ഒരു സമയത്ത് കിട്ടണമായിരുന്നു. അതിനുള്ള കാരണം എന്താണെന്ന് നിങ്ങൾ കണ്ടു തന്നെ മനസ്സിലാക്കുക. അപ്പോൾ നമുക്ക് എന്തായാലും നേരെ സ്റ്റോറിയിലേക്ക് പോവാം. അപ്പോൾ ഈ ഒരു മൂവിയുടെ തുടക്കത്തിൽ രണ്ട് കമിതാക്കള് ഒരു വലിയ മുന്തിരി പാടമുണ്ട്, അതിൻ്റെ ഒരു വശത്തായിട്ട് തൻ്റെ കാമുകിയെ പ്രപ്പോസ് ചെയ്യാനായിട്ട് ആ ഒരു കാമുകൻ അവിടെ നല്ലതുപോലെ തന്നെ പൂക്കളെല്ലാം വെച്ച് ഒരുക്കി അവൾക്ക് കഴിക്കാനായിട്ട് ഒരു സ്ട്രോബെറി ഇങ്ങനെ കൊടുക്കാണ്. അപ്പോൾ അതായാലും അവൾ കടിച്ചെടുത്ത് അത് കഴിക്കുന്ന സമയത്താണ് എന്തോ വായിൽ കുടുങ്ങിയതുപോലെ. എന്താണെന്ന് നോക്കുമ്പോൾ അതൊരു മോതിരമായിരുന്നു. അവളെ പ്രപ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ ഒരു മോതിരം വാങ്ങിയിട്ട് അവൻ പെട്ടെന്ന് അവിടെ ഇരുന്ന് ഓക്കെ, നിനക്കെന്നെ കല്യാണം കഴിക്കാൻ ആഗ്രഹമുണ്ടോ എന്നുള്ള രീതിയിൽ അവളെ പ്രപ്പോസ് ചെയ്യുന്നതും അവളായാലും എനിക്ക് താല്പര്യമുണ്ടെന്നും പറഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ അവനെ ഉമ്മ വയ്ക്കും. ആ ഒരു സമയത്താണ് പെട്ടെന്ന് അവനൊരു ഫോൺ കോൾ വരുന്നു. എടുത്ത് സംസാരിക്കുമ്പോൾ ഒരു ക്യാമറമാൻ, സാർ ആ ഒരു ഷോട്ട് എനിക്ക് കറക്റ്റായിട്ട് കിട്ടിയില്ല, ഒന്നുകൂടി ഒന്ന് എടുക്കട്ടെ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ വേറെ ഒന്നുമല്ല, ഇവൻ പ്രപ്പോസ് ചെയ്യുന്ന കാര്യം കുറച്ച് ദൂരെയായിട്ട് ഒരു ക്യാമറമാൻ അതെല്ലാം ഷൂട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അയാൾക്കിപ്പോൾ എന്തോ മിസ്റ്റേക്ക് പറ്റിയിട്ട് ഈ ഒരു ഷോട്ട് എടുക്കാൻ കഴിഞ്ഞില്ല, അതുകൊണ്ട് ഒന്നുകൂടി ഒന്ന് ചെയ്യാൻ കഴിയുമെന്ന് ചോദിക്കുമ്പോൾ ഇവനായാലും ദേഷ്യപ്പെട്ടു ഓക്കെ ഒരു തവണ കൂടി ചെയ്യാം എന്നും പറഞ്ഞ് ഒരു തവണ കൂടി ആ ഒരു മോതിരം വാങ്ങിയിട്ട് ഒന്നുകൂടി അവളെ പ്രപ്പോസ് ചെയ്തിങ്ങനെ ഇരിക്കുന്നു. അപ്പോഴേക്കും അവൾ ഓക്കെ പറഞ്ഞ് അവനെ കിസ് ചെയ്യുന്നതും അവനായാലും പെട്ടെന്ന് ഓക്കെ ഞാൻ കിട്ടിയോന്ന് ചോദിക്കട്ടെ എന്നും പറഞ്ഞ് ഫോൺ എടുത്തിട്ട് ആ ഒരു ക്യാമറമാനെ വിളിക്കുന്ന സമയത്താണ് ഇവിടെ കാണിക്കുമ്പോൾ ആ ഒരു മുന്നിലുള്ള ക്യാമറ ഉണ്ടല്ലോ, ഈ ഒരു ക്യാമറയുടെ ലെൻസിലൂടെ ഒരു കത്തി അയാളുടെ കണ്ണിലേക്ക് കുത്തിയിറക്കി ആ ഒരു ക്യാമറമാനെ അവിടെ വെച്ച് തന്നെ കൊല്ലുകയാണ്. ആ ഒരു കാര്യം അറിയാതെ ഇവനായാലും തിരിഞ്ഞു നിന്ന് ഫോണിൽ ഇങ്ങനെ സംസാരിക്കുമ്പോൾ പെട്ടെന്ന് ആ ഒരു കാമുകൻ പതിയെ ഇങ്ങനെ തിരിയുമ്പോൾ എന്താണെന്ന് വെച്ചാൽ അവന്റെ തലയിൽ ഒരു അമ്പ് ഇങ്ങനെ തറച്ചിരിക്കുകയാണ്. അങ്ങനെ അവൻ അവിടെ മരിച്ചു വീഴുന്നതും അടുത്തൊരമ്പ് അവളുടെ അടുത്തൂടെ പോകുമ്പോൾ ഇത് വേറെ ആരുമല്ല, ഈ ഒരു കില്ലറിന്റെ പേരാണ് ഹാർട്ട് ഐസ് കില്ലർ, ഹൃദയത്തിന്റെ കണ്ണുകളുള്ള കൊലയാളി. അങ്ങനെ ഇവനായാലും അവളുടെ പുറകെ തന്നെ വരുന്നുണ്ട്. അവളാണെങ്കിൽ ഒരു കാറിനടുത്തേക്ക് കയറി ഒളിച്ചിരുന്നിട്ട് പെട്ടെന്ന് അവൻ ആ ഒരു കാറിലേക്ക് അവന്റെ കയ്യിലുള്ള ആ ഒരു അമ്പ് ഇങ്ങനെ വിട്ടുകൊടുക്കുന്നു. അതൊരു തോക്കിലുള്ള ചെറിയ അമ്പാണ്. അപ്പോൾ ഇവിടെയും രക്ഷയില്ല എന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് എഴുന്നേറ്റ് ഓടാൻ തുടങ്ങും. അങ്ങനെ ഓടി ഓടി അവസാനം ഇവിടെയുള്ള ആ ഒരു വലിയ പാടമുണ്ടല്ലോ അതിനകത്തേക്ക് കയറിയിട്ട് അതിലൂടെ ഓടി കുറേ ദൂരം പോകുന്ന സമയത്ത് കാല് തെറ്റി നേരെ താഴേക്ക് വീഴും. അങ്ങനെ അവൾ താഴെ ഇഴഞ്ഞിഴഞ്ഞ് പോകുന്ന സമയത്താണ് ആ ഒരു കാമുകന്റെ ഫോണിൽ നിന്നും ഇപ്പോൾ ഇവളെ വിളിക്കുന്നു. അവളെടുത്ത് സംസാരിക്കുമ്പോൾ അതാരുമല്ല, ആ ഒരു സൈക്കോ കില്ലറാണ്. അപ്പോഴാണ് അവൾ പറയുന്നത്, എടത്തേണ്ടി എത്ര നാളായെന്നറിയോ ഈ ഒരു നിമിഷത്തിന് വേണ്ടി ഞാൻ എല്ലാം പ്ലാൻ ചെയ്തിട്ട് നീ വന്ന് എല്ലാം കുളമാക്കി, നിന്നെ എന്തായാലും ഞാൻ വെറുതെ വിടത്തില്ല എന്നെല്ലാം പറയുന്നുണ്ട്. എന്നിട്ടാണ് അവൾ ചോദിക്കുന്നത്, നീ കേൾക്കുന്നുണ്ടോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ പെട്ടെന്ന് അവളുടെ പുറകിലൂടെ ഈ ഒരു അമ്പ് കൊണ്ടുവന്ന് അവളുടെ കാലിലേക്ക് വിട്ടുകൊടുക്കും. അങ്ങനെ കുറച്ച് കഴിഞ്ഞ് ആ ഒരു അമ്പും കാലിൽ വെച്ച് ഇഴഞ്ഞിഴഞ്ഞ് അടുത്തുള്ള ആ ഒരു ഫാക്ടറിക്കകത്തേക്ക് ഓടിക്കയറാണ്. അങ്ങനെ അതിനകത്തേക്ക് ഓടിക്കയറിയിട്ട് ഈ ഒരു അമ്പ് കൊണ്ട് പോകുമ്പോഴത്തേക്ക് എൻ്റെ ടിക് ടിക്ക് എന്നുള്ള ശബ്ദം കേൾക്കുന്നുണ്ട്. അങ്ങനെ കുറെ അകത്തേക്ക് ചെല്ലുമ്പോൾ അവിടെ ഒരു പോലീസുകാരൻ. അപ്പോൾ ഇവള് പറയും, സാർ പ്ലീസ് എന്നെ രക്ഷിക്കണമെന്ന് പറയുമ്പോൾ അയാൾ പറയും, ഇതിനകത്തേക്ക് ആർക്കും കയറാൻ കഴിയത്തില്ല എന്ന് പറയുമ്പോൾ ഇല്ല സാർ, എന്നെ കൊല്ലാനായിട്ട് ഒരു കൊലയാളി വെളിയിൽ വന്ന് നിൽപ്പുണ്ടെന്ന് പറയുന്നതും ആ ഒരു പോലീസുകാരൻ ഓക്കെ ശരിയെന്നും പറഞ്ഞിട്ട് അവിടേക്ക് പോകുമ്പോൾ നമ്മുടെ കില്ലർ പതിയെ അകത്തേക്ക് കയറി വരുന്നു. അപ്പോൾ പോലീസുകാരനായാലും തൻ്റെ തോക്കിൽ കൈവച്ചിട്ട് ആരാണെന്നെല്ലാം ഇങ്ങനെ ചോദിക്കാണ് എടുത്ത് ഷൂട്ട് ചെയ്യാനുള്ളത്. ഇനി അവന്റെ ജാതകം, നക്ഷത്രം ഇതെല്ലാം ചോദിച്ച് മനസ്സിലാകാൻ നിൽക്കാണ്. പക്ഷെ അതിന് മുന്നേ തന്നെ നമ്മുടെ കില്ലർ അവന്റെ ആ ഒരു അമ്പ് കൊണ്ട് പോലീസുകാരന്റെ കണ്ണിലേക്ക് ഷൂട്ട് ചെയ്ത് ആ ഒരു പോലീസുകാരനെ അവിടെ വെച്ച് കൊല്ലുന്നു. എന്നിട്ട് തന്റെ കയ്യിലുള്ള ആ ഒരു വലിയ വാളുണ്ട് അതും എടുത്ത് നടന്നിങ്ങനെ വരികയാണ്. അവൾ എവിടെയാണെന്ന് നോക്കി ആ ഒരു സമയത്ത് ഈ ഒരു പെണ്ണ് അടുത്തുള്ള ഒരു മെഷീനകത്ത് കയറി ഇങ്ങനെ ഒളിച്ചിരിക്കും. അപ്പോൾ കില്ലറായാലും അവിടെ എല്ലാം നടന്നു നോക്കുമ്പോഴത്തേക്ക് ഇവള് ശബ്ദം ഉണ്ടാക്കാതെ ഈ വേദന ഉണ്ടല്ലോ അതുകൊണ്ട് തന്നെ വാ മൂടിയിനിരിക്കുകയാണ്. അങ്ങനെ ആ ഒരു കില്ലർ അവിടെ എല്ലാം ചുറ്റി നടന്ന് ഇപ്പൊ അവളെ കാണാത്തത് കൊണ്ട് അവിടെ നിന്ന് പോവും. അപ്പോൾ ഇവളായാലും ഓക്കെ രക്ഷപ്പെട്ടെന്നും പറഞ്ഞിട്ട് ഇതിന്റെ ആ ഒരു ഗ്യാപ്പിലൂടെ വെളിയിലേക്ക് നോക്കുന്നതും പെട്ടെന്നാവും വന്ന് അവളുടെ കഴുത്തിലേക്ക് പിടിച്ച് വെളിയിലേക്ക് വലിച്ചെടുക്കാൻ ശ്രമിക്കും. പക്ഷെ അവൾ എന്താ ചെയ്യുന്ന വെച്ചാല് അതിന്റെ ആ ഒരു ഡോറിനിടയ്ക്ക് അവന്റെ കൈ വെച്ചിട്ട് 2-3 ഇടി എന്നിട്ട് അവിടെ നിന്ന് ഓടിപ്പോകാനായിട്ട് ഇങ്ങനെ പറയാണ്. അപ്പോൾ ആ ഒരു കില്ലർ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാല് വെളിയിൽ നിന്നും ഈ ഒരു മെഷീന്റെ ഡോർ അങ്ങ് അടച്ചിട്ട് ഓടിച്ചെന്ന് ആ ഒരു മെഷീൻ അങ്ങ് ഓണാക്കും. ഇത് വേറെ ഒരു മെഷീനും അല്ല, ഇതിനകത്തിരുന്ന ഈ മുന്തിരി കാര്യങ്ങളെല്ലാം ഒരുമിച്ച് ചേർത്ത് അത് പിഴിയുന്ന സാധനമാണ്. അതങ്ങനെ ഈ രണ്ട് സൈഡിൽ നിന്നും വന്നിട്ട് ഈ ഒരു പെണ്ണിനെ നടുവിൽ ചേർത്ത് തണ്ണി മൊത്തം തകർക്കുന്നത് പോലെ അങ്ങനെ തകർക്കുന്നതും അവളുടെ രക്തം മാത്രം ആ ഒരു പൈപ്പിലൂടെ എല്ലാം താഴേക്ക് വന്ന് വീഴുന്നു. അങ്ങനെ ആ ഒരു പെണ്ണ് മരിച്ചു. അങ്ങനെ അത് കഴിഞ്ഞ് കാണിക്കുമ്പോൾ ഈ ന്യൂസിലെല്ലാം ഈ ഒരു സീരിയൽ സൈക്കോ കില്ലർ ഉണ്ടല്ലോ അവനെ പറ്റിയുള്ള കാര്യങ്ങളാണ് ഇങ്ങനെ പറയുന്നത്. കഴിഞ്ഞ 2 വർഷമായിട്ട് വാലന്റൈൻസ് ഡേക്ക് മാത്രം ഈ ഒരു കില്ലർ കപ്പിൾസ് ആയിട്ടുള്ള യുവതി യുവാക്കളെ അല്ലെങ്കിൽ പ്രണയിക്കുന്നവരെ തേടി പിടിച്ച് കൊല്ലുകയാണ്. ഇതിപ്പോ പലയിടങ്ങളിലായിട്ട് ഇവൻ താമസിച്ചു വന്ന് ആ ഒരു സ്ഥലങ്ങളിലുള്ള എല്ലാവരെയും കൊല്ലുന്നുണ്ട്. ഇപ്പൊ അവസാനമായിട്ട് അവൻ വന്നിരിക്കുന്നത് നമ്മുടെ ഈ ഒരു നാട്ടിലാണ് എന്നുള്ള കാര്യം പറയുന്നുണ്ട്. അപ്പൊ ഈ ഒരു കാര്യം അറിഞ്ഞിട്ട് പേടിക്കുന്നവരും അതേപോലെ തന്നെ പ്രണയിക്കാത്തവര്
ഇപ്പൊ പ്രണയിക്കുന്നവരുണ്ടെങ്കിൽ അതിൽ എനിക്ക് അവനെയൊന്നും പേടിയില്ല എന്ന് പറയുന്നവർ വരെ ഉണ്ട്. ഇതൊക്കെ പറഞ്ഞുകൊണ്ട് നിന്ന് അവൻ വന്ന് കണ്ണ് രണ്ട് കുത്തി ഓട്ടയിട്ടിട്ട് പോകും. അങ്ങനെ അത് കഴിഞ്ഞ് കാണിക്കുമ്പോൾ നമ്മുടെ ഈ മൂവിയിലെ ഹീറോയിൻ ആയിട്ടുള്ള ആലിയാണ് കാണിക്കുന്നത്. ആലി ഒരു ജുവലറി കമ്പനിയിലെ പീച്ച് ഡിസൈനറാണ്. അതുമല്ല ആലിയാണെങ്കിലോ അവളുടെ ബോയ് ഫ്രണ്ടായിട്ട് ബ്രേക്കപ്പ് ആയിട്ട് ഇപ്പോൾ സിംഗിൾ ആയിട്ടാണ് കഴിയുന്നത്. അതുപോലെ തന്റെ എക്സ് ആണെങ്കിൽ ഇപ്പോൾ പുതിയൊരു പെൺകുട്ടിയായിട്ട് ഇഷ്ടത്തിലായി. അവർ തമ്മിലുള്ള ആ ഒരു സ്റ്റോറിയും കാര്യങ്ങളെല്ലാം അവൾ ഇൻസ്റ്റയിലൂടെ ഇങ്ങനെ കാണുന്നുണ്ട്. അപ്പോഴേക്കും അവളുടെ സുഹൃത്ത് വന്നിട്ട് അവളോട് സംസാരിക്കും. ഇതുപോലെ ഇവരുടെ കമ്പനിയിൽ നമ്മുടെ മോണിക്കയെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ട്. കാരണം ഇവളുടെ വർക്ക് അവർക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് തോന്നുന്നു. അങ്ങനെ ആ ഒരു കാര്യത്തെ പറ്റി സംസാരിക്കുമ്പോൾ ഇവളിപ്പോൾ ഒരു റെസ്റ്റോറൻറ്റിലാണുള്ളത്. അവിടെയാണെങ്കിൽ അവളൊരു കോഫി ഓർഡർ ചെയ്തു. അങ്ങനെ അവളുടെ പേര് വിളിച്ചിട്ട് ആ ഒരു കോഫി കൊടുക്കാനായിട്ട് വരുമ്പോൾ മോണിക്ക ഓടിച്ചെന്ന് ആ ഒരു കോഫിയെ പിടിക്കുന്നതും പെട്ടെന്ന് വേറൊരുത്തനും വന്ന് പിടിക്കും. അപ്പോൾ മോണിക്ക പറയും ഇത് എന്റേതാണെന്ന് പറയുമ്പോൾ ഓക്കെ ഞാനും ഇതുപോലെ തന്നെ ഒന്ന് ഓർഡർ ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നതും അത് വേറെ ആരുമല്ല നമ്മുടെ ഈ മൂവിയിലെ ഹീറോ ആയിട്ടുള്ള ജയ് ആണ്. ഇപ്പൊ ആലിയാണെങ്കിലും സിംഗിളായിട്ട് കഴിയുന്നത് കൊണ്ട് തന്നെ ഇനി ഒരാളെ സ്നേഹിക്കാനായിട്ടൊന്നും അവളെ കൊണ്ട് കഴിയത്തില്ല. അതുകൊണ്ട് അവൾ പറയും ഇതെന്റെ കോഫിയാണ് ഞാൻ ഓർഡർ ചെയ്താണെന്ന് പറഞ്ഞിട്ട് അവനായാലും സോറി പറഞ്ഞ് ഓക്കെ എന്നെല്ലാം പറഞ്ഞിട്ട് പെട്ടെന്ന് കുനിയുമ്പോൾ ഇവർ രണ്ടുപേരുടെ തല വന്നിരിക്കും. അപ്പോൾ അവൻ പറയും ഓ സോറി സോറി എന്നെല്ലാം പറഞ്ഞിട്ട് ഹീറോയിൻ താഴേക്ക് ഇരുന്ന് എന്തോ ഒരു സാധനം താഴെ വീണുണ്ടായിരുന്നു. അതും എടുത്തിട്ട് എഴുന്നേൽക്കുമ്പോൾ വീണ്ടും അവന്റെ മൂക്കിന് നോക്കിയൊരു ഇടി. അവന്റെ മൂക്ക് നല്ലതുപോലെ മുറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവനോട് സോറി പറഞ്ഞ് അവൾ പെട്ടെന്ന് അവിടെ നിന്ന് ഇറങ്ങി അങ്ങ് പോവാണ്. ആ ഒരു സമയത്താണ് നമ്മുടെ ജയ് നോക്കുമ്പോൾ ഈ ഒരു ന്യൂസിൽ ഈ ഒരു ഹാർട്ട് ഐസ് കില്ലർ ഉണ്ടല്ലോ അവനെ പറ്റിയുള്ള ന്യൂസ് ഇങ്ങനെ കാണുന്നത്. അതേസമയം തന്നെ സ്റ്റാർട്ടിങ് സീനിൽ രണ്ടുപേരെ കൊന്നല്ലോ ആ ഒരു സ്ഥലത്തേക്ക് പോലീസ് വന്നിട്ട് അവിടെയുള്ള പരിശോധനയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോഴേക്കാണ് നമ്മുടെ ഹീറോയിന്റെ ഓഫീസിൽ അവരുടെ ആ ഒരു മാനേജർ ഈ ഒരു ന്യൂസ് കണ്ട് ഇവരോട് ചോദിക്കും അപ്പോൾ 2 വർഷമായിട്ട് ഈ ഒരു കാര്യം നടക്കുന്നു എന്നിട്ട് ആരും എന്നോട് ഈ ഒരു കാര്യം പറയുന്നത് എന്താ എന്നെല്ലാം ചോദിച്ചിട്ട് അത് കഴിഞ്ഞ് നമ്മുടെ ഹീറോയിനെ വഴക്ക് പറയാനായിട്ട് എഴുന്നേൽപ്പിക്കുകയാണ്. അപ്പോൾ അവളുടെ സുഹൃത്താണെങ്കിൽ ഹീറോയിന് വേണ്ടിയിട്ട് സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ നടക്കുന്നില്ല. അത് കഴിഞ്ഞ് ഇവരുടെ ജുവലറിക്ക് വേണ്ടിയിട്ട് ഒരു പരസ്യം ചെയ്യുന്നുണ്ടായിരുന്നു. ആ ഒരു പരസ്യം അവരങ്ങനെ ഇട്ട് കാണിക്കുന്നുണ്ട്. പക്ഷെ അതും അവർക്ക് ഇഷ്ടപ്പെട്ടില്ല. അതിനെപ്പറ്റി ഹീറോയിനെ ഒരുപാട് വഴക്ക് പറയും. അത് കഴിഞ്ഞിട്ടാണ് ഒരാളെ അകത്തേക്ക് വിളിച്ചു കയറ്റുന്നത്. അത് വേറെ ആരുമല്ല നമ്മുടെ ജയ്. അവനാണ് ഈ ഒരു സിറ്റിയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ഫ്രീലാൻസർ. അതുമല്ല അവൻ ഇപ്പോൾ ഒരു റൊമാൻറ്റിക് ക്യാമ്പയിൻ നടത്താൻ പോവാണ്. അങ്ങനെ അവനെ പറ്റിയുള്ള ഒരുപാട് കാര്യങ്ങളെല്ലാം അവരോട് പറഞ്ഞ് അവനെ പരിചയപ്പെടുത്തി കൊടുത്തിട്ട് ഇപ്പൊ കാണിക്കുമ്പോൾ 2 പോലീസുകാരെയാണ് കാണിക്കുന്നത്. ഇവരുടെ പേര് ഇതിൽ ആ ഒരു ലേഡി പോലീസുകാരുടെ പേര് ഷാ, അവന്റെ പേര് ഹോബ്സ്. ഇപ്പൊ അവളാണെങ്കിലും ഒരു റീൽ എടുത്ത് ഇങ്ങനെ കാണിച്ചു കൊടുത്തിട്ടാണ് ഇതെന്റെ പുതിയ കാമുകനാണെന്നെല്ലാം പറയുമ്പോൾ ആ ഒരു പോലീസുകാരൻ പറയും ഓ ഇവനാണോ ഷേ നിനക്കൊരു നല്ല ആണിനെ കിട്ടുമെന്നാണ് ഞാൻ വിചാരിച്ചത് എന്നെല്ലാം പറഞ്ഞിട്ട് ഇപ്പൊ അത് കഴിഞ്ഞ് ഇവർ രണ്ടുപേരും സ്റ്റാർട്ടിങ്ങിൽ കൊന്ന ആ ഒരു 2 പേരുണ്ടല്ലോ ആ ഒരു ഫാക്ടറിക്കകത്ത് മരിച്ച ആ ഒരു പെണ്ണ് അതിനകത്തേക്ക് നടന്നു പോയിട്ട് അവിടെ ഇൻവെസ്റ്റിഗേഷൻ കാര്യങ്ങളെല്ലാം നടക്കാണ്. അതേ സമയം തന്നെ ആ ഒരു പെണ്ണിന്റെ ഒരു മോതിരം ഇവർക്ക് താഴെ കിടന്ന് കിട്ടുന്നുണ്ട്. അപ്പൊ ആ ഒരു മോതിരം എടുത്ത് നമ്മുടെ ഷായെ കാണിക്കുന്നു. അതേസമയം അടുത്ത് നിൽക്കുന്ന ആ ഒരു പോലീസുകാരൻ പറയുന്നുണ്ട് ഇത്രയും ക്രൂരമായിട്ട് കൊല ചെയ്യുന്ന ആ ഒരു മൃഗം അതാരാണെന്നോ എന്നെല്ലാം അതിനെപ്പറ്റി പറഞ്ഞ് അത് കഴിഞ്ഞിട്ട് ഇവിടെ കാണിക്കുമ്പോൾ നമ്മുടെ ഹീറോയിൻ നേരെ ഒരു ബാത്റൂമിനകത്തേക്ക് കയറി വന്നിരിക്കും. എന്നിട്ട് അവളുടെ ഫോണിലാണെങ്കിലും ഈ ഒരു ന്യൂസ് എല്ലാം കാണുന്നുണ്ട്. ആ ഒരു സമയത്താണ് അടുത്തൊരു ബാത്റൂമിൽ ഹീറോ വന്നിട്ട് അവളോട് സംസാരിക്കാൻ ശ്രമിക്കുന്നു. അപ്പോൾ അവൾ പറയും സോറി മോനെ ഇത് സ്ത്രീകളുടെ ബാത്റൂമാണ്, ഇത് യൂസ് ചെയ്യാൻ കഴിയത്തില്ല എന്ന് പറയുമ്പോൾ അവൻ പറയും ഇതൊരു യൂണിസെക്സ് ബാത്റൂമാണ്, അതുകൊണ്ട് എനിക്ക് കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് ഒന്ന് വെളിയിലേക്ക് ഇറങ്ങി വരാൻ കഴിയോ, ഞാനൊന്ന് സംസാരിക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറയുമ്പോൾ അവളായാലും വെളിയിലേക്ക് ഇറങ്ങി വരുമ്പോൾ അവൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ എനിക്ക് കുറച്ചുകൂടി കഴിഞ്ഞിട്ട് ഒരു യോഗ ക്ലാസ് ഉണ്ട്, അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു റെസ്റ്റോറൻറ്റിൽ നമുക്കൊരു ടേബിൾ ബുക്ക് ചെയ്തിട്ടുണ്ട്, ഒന്ന് വരാൻ കഴിയോ, നമുക്കൊന്ന് സംസാരിക്കാമെന്ന് പറയുമ്പോൾ വേറെ ഒന്നുമല്ല ഇവൻ അവളെ എന്തോ ഇഷ്ടമാണ്, അതുകൊണ്ട് ആ ഒരു ഇഷ്ടം പറയാൻ വേണ്ടിയിട്ട് അതിനെപ്പറ്റി സംസാരിക്കാനല്ല ഇവളെ വിളിക്കുന്നതാണ്. പക്ഷെ ഹീറോയിനാണെങ്കിലും ഇപ്പോൾ ഒരു ബ്രേക്കപ്പ് കഴിഞ്ഞതുകൊണ്ട് തന്നെ ഇനി ഒരു പുതിയ റിലേഷൻ അതിനവൾക്ക് ഒട്ടും താല്പര്യമില്ല. അവനോട് പറയുന്നതിന് മുന്നേ തന്നെ അവൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നു. അത് കഴിഞ്ഞിട്ട് ഈ ഒരു കാര്യം അവളുടെ സുഹൃത്തിനോട് അവൾ പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു സുഹൃത്ത് പറയും ഹേയ് അവനെ കാണാനായിട്ട് നല്ല സെക്സി ആയിട്ടുണ്ട്, ഇതേ ഇത് കണ്ടോ അവന്റെ ഫോട്ടോയാണ്, നീ ഓക്കെ പറയുന്നത് കൊണ്ട് എനിക്കൊരു കുഴപ്പമില്ല എന്ന് പറയുമ്പോൾ ഹീറോയിൻ പറയില്ല എനിക്ക് അതിനോട് ഒട്ടും താല്പര്യമില്ല, എന്നിരുന്നാലും ഞാൻ അവനെ കാണാൻ പോകുന്നു പറഞ്ഞ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ ഒരു സുഹൃത്ത് തന്നെ അവൾക്ക് വേണ്ടി ഈ ഡേറ്റിന് പോകാൻ വേണ്ടി ഒരു ഡ്രസ്സെല്ലാം എടുത്തു കൊടുക്കും. അതെല്ലാം ഇട്ട് ഹീറോയിൻ രാത്രി തന്നെ ജെയിനെ കാണാനായിട്ട് അവിടേക്ക് വരികയാണ്. അങ്ങനെ ആ ഒരു ടേബിളിലേക്ക് വന്നിരിക്കുമ്പോൾ അവിടെയുള്ള ആള് ചോദിക്കും അല്ല ഇതുപോലെ ഡേറ്റ് ആണോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല ഡേറ്റിനൊന്നും ഞാൻ വന്നിരിക്കുന്നതല്ല എന്നും പറഞ്ഞ് അവനെ നോക്കുന്നതും ഇപ്പോൾ ജയ് അകത്തേക്ക് നടന്നു വരുന്നത് കാണുമ്പോൾ തന്നെ അവൾക്ക് ക്രഷ് അടിക്കുന്നുണ്ട്. എന്നിരുന്നാലും ഒന്നും പറയാൻ പറ്റത്തില്ലല്ലോ, അവൾക്കാണെങ്കിൽ ഒരാളെ ഇഷ്ടപ്പെടാനായിട്ട് ഒരു താല്പര്യമില്ല. അങ്ങനെ അവൻ വന്നിരുന്ന് ഷാമ്പയിനും മറ്റു കാര്യങ്ങളെല്ലാം ഓർഡർ ചെയ്യുന്ന സമയത്ത് ഹീറോയിൻ ഇപ്പോഴും അവനെ തന്നെ നോക്കിയിരിക്കുകയാണ്. പെട്ടെന്ന് ഓക്കെ ഞാൻ എന്തൊക്കെയോ ചിന്തിച്ചിരിക്കുന്നു എന്നും പറഞ്ഞിട്ട് അവൾ തന്നെ അവനോട് സംസാരിക്കാൻ തുടങ്ങും. രണ്ടുപേരും പരസ്പരം പരിചയപ്പെടും. ഇപ്പൊ വേറെ ഒന്നുമല്ല നമ്മുടെ ഹീറോ പ്രണയിക്കാൻ വേണ്ടി അങ്ങനെ മുട്ടി നിൽക്കുകയാണ്. ആരെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ ഇപ്പൊ തന്നെ പ്രണയിക്കുമെന്ന് പറഞ്ഞിട്ട്. പക്ഷെ ഹീറോയിൻ ആണെങ്കിലോ ബ്രേക്കപ്പ് ആയിട്ട് ആ ഒരു ദേഷ്യത്തിൽ നിൽക്കുന്നു. അപ്പോൾ ഹീറോ അവളോട് പ്രണയത്തെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ അവളായാലും അവൾക്കറിയാവുന്ന രീതിയിൽ ഇപ്പോൾ ബ്രേക്കപ്പ് ആയിട്ട് നിൽക്കുന്നത് കൊണ്ട് തന്നെ
ആ ഒരു രീതിയിൽ ഒരുപാട് കാര്യങ്ങൾ ദേഷിച്ചിങ്ങനെ സംസാരിക്കുന്നതും അത് ജയ്ക്ക് നല്ലതുപോലെ കൊണ്ടു. അതുകൊണ്ട് തന്നെ ജയ് പറയും, ഓക്കെ ഞാൻ ഇനി എന്തായാലും ഇവിടെ നിൽക്കുന്നില്ല, ഇന്നത്തെ ഈ ഒരു രാത്രി എനിക്ക് വളരെ മോശമാണെന്ന് പറഞ്ഞ് അവൻ അവിടെ നിന്ന് എഴുന്നേറ്റ് അങ്ങ് പോവാണ്. അങ്ങനെ കുറച്ച് കഴിയുമ്പോഴത്തേക്കാണ് അവൾ മനസ്സിലാക്കുന്നത്, അയ്യോ കുറച്ച് ഓവറായിപ്പോയെന്നും പറഞ്ഞിട്ട്. അതുമല്ല ഇവനുമായിട്ട് കുറച്ച് നല്ലതുപോലെ നിന്നാലേ ഇവൾക്ക് ഈ ഒരു ജോലിയിലും തുടരാൻ കഴിയത്തുള്ളൂ. അതുകൊണ്ട് തന്നെ അവൾ പെട്ടെന്ന് പുറകെ വന്ന് അവനോട് സംസാരിക്കും. അപ്പോൾ അവൻ പറയും, സോറി എനിക്ക് എന്തായാലും ഇൻട്രസ്റ്റ് ഇല്ല, പിന്നെ നിങ്ങളെ ജോലിയിലെടുക്കുന്ന കാര്യം അതൊരിക്കലും ഞാനല്ല തീരുമാനിക്കുന്നത് എന്നും പറഞ്ഞിട്ട് അവൻ പോകാനായിട്ട് വരുന്ന സമയം അവളുടെ എക്സ് ഉണ്ടല്ലോ, അവനിപ്പോൾ അവൻ സ്നേഹിക്കുന്ന ആ ഒരു പെണ്ണുമായിട്ട് ഇതിലെ നടന്നു വരുന്നതും ഇത് കണ്ട ഹീറോയിൻ എന്ത് സംഭവിച്ചെന്നറിയത്തില്ല, പെട്ടെന്ന് ജയിനെ പിടിച്ചങ്ങ് കിസ് ചെയ്യും. അങ്ങനെ അവനെ കിസ് ചെയ്തതിന് ശേഷം അപ്പോഴേക്കാണ് ആ ഒരു എക്സ് അവിടേക്ക് വന്നിട്ട്, എല്ലി ഇവിടെ എന്താ ചെയ്യുന്നത് ചോദിക്കുമ്പോൾ അവളായാലും ഓ ഇതെന്റെ ബോയ് ഫ്രണ്ട് ആണെന്നെല്ലാം പറഞ്ഞ് ജയിനെ പരിചയപ്പെടുത്തി കൊടുക്കാണ്. അവന്റെ മുന്നിൽ കുറച്ച് ഷോ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ നമ്മുടെ ജയിനെ പരിചയപ്പെടുത്തി കൊടുത്ത് ഇവര് നല്ലതുപോലെ സംസാരിച്ച് ആ ഒരു എക്സും അവന്റെ ഗേൾ ഫ്രണ്ടും അകത്തേക്ക് കയറി പോകുന്നു. ഇവര് രണ്ടുപേരും ഒരു ക്യാബ് വിളിച്ചിട്ട് ഇപ്പോൾ നേരെ ഹീറോയിന്റെ വീട്ടിലേക്ക് വരികയാണ്. പോകുന്ന വഴിക്ക് തന്നെ ജയ് അവന്റെ വീട്ടിലേക്ക് പോകും. അങ്ങനെ രണ്ടുപേരും ഹീറോയിന്റെ വീട്ടിലേക്ക് വന്ന് ഹീറോയിൻ ഇപ്പോൾ വെളിയിലേക്ക് ഇറങ്ങി നേരെ റൂമിനടുത്തേക്ക് നടന്ന് ചെല്ലുമ്പോൾ അവളുടെ ബാഗ് പരിശോധിക്കുന്നുണ്ട്. പെട്ടെന്ന് അവള് മറന്നു എന്നും പറഞ്ഞിങ്ങനെ പറയുമ്പോൾ ഹീറോയ്ക്ക് എന്തോ ഒരു കാര്യം മനസ്സിലായി. ഹീറോ ആയാലും പെട്ടെന്ന് കാറിൽ നിന്ന് ഇറങ്ങി അവളുടെ അടുത്തേക്ക് വന്ന് ചോദിക്കുമ്പോഴത്തേക്കാണ് അവൾ പറയുന്നത്, സോറി ഞാൻ എൻ്റെ വീടിന്റെ കീ എടുക്കാൻ മറന്നുപോയി, അതാ ഒരു റെസ്റ്റോറൻറ്റിൽ തന്നെ ഞാൻ വെച്ചിട്ടുണ്ട്, അപ്പോൾ ഇനി എന്തായാലും തിരിച്ചു പോയി എടുത്തിട്ട് വരിക എന്നുള്ളത് വളരെ പാടുള്ള കാര്യമാണ്. അപ്പോൾ ഹീറോയും പറയും, ഓക്കെ അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ ഒരു ഡോറിന്റെ ഗ്ലാസ് ഇടിച്ചു പൊട്ടിച്ച് ഇതെങ്ങനെ തുറക്കാൻ ശ്രമിക്കാന്ന് പറയുമ്പോൾ ഹീറോ പറയും, വേണമെങ്കിൽ ഞാൻ ചെയ്യാം. ഇല്ലില്ല അതിന്റെ ആവശ്യമൊന്നുമില്ല, ഞാൻ തന്നെ ചെയ്യാമെന്നും പറഞ്ഞിട്ട് ഇടിക്കാനായിട്ട് ഇങ്ങനെ കൈ ഒങ്ങി നിൽക്കുമ്പോൾ അവൻ പറയും, നോക്കിയിരിക്കണം, ഇല്ലാന്നുണ്ടെങ്കിൽ ചില്ലെല്ലാം കയ്യിൽ കയറുമെന്ന് പറയുമ്പോൾ അവൾ പേടിച്ചിട്ട് ഓക്കെ നീ തന്നെ ചെയ്തോ എന്ന് പറയുമ്പോൾ അവനായാലും ഒരു കർച്ചീഫ് എടുത്ത് കയ്യിൽ ചുറ്റി അത് വെച്ച് ഇത് ഇടിച്ചങ്ങ് പൊട്ടിക്കും. അങ്ങനെ ആ ഒരു ഡോറും തുറന്ന് അകത്തേക്ക് ചെല്ലുമ്പോൾ ഇവന്റെ കയ്യിലും ചെറിയ മുറിവൊക്കെ പറ്റിയിട്ടുണ്ട്. അതുമല്ല ചെറിയ ചില്ലെല്ലാം അവന്റെ കയ്യിൽ തറച്ചിരിപ്പുണ്ട്. അതുപോലെ ജയ് അകത്തേക്ക് കയറിയത് കൊണ്ട് തന്നെ അവൾ വീട്ടിലുള്ള കാര്യങ്ങളെല്ലാം നല്ലതുപോലെ ഇങ്ങനെ വൃത്തിയാക്കി മാറ്റുകയാണ്, നാണം കെടാതിരിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഓരോ കാര്യങ്ങളായിട്ട് ബ്രായും അതെല്ലാം പലയിടങ്ങളിലായിട്ട് ഇങ്ങനെ തൂക്കിയിട്ടേക്കുന്നു. അതെല്ലാം എടുത്ത് മാറ്റി അത് കഴിഞ്ഞ് ജയ് ആണെങ്കിൽ അവളുടെ കുട്ടിക്കാലത്തെ ഫോട്ടോസ് എല്ലാം കാണുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് അവനെ അവിടേക്ക് പിടിച്ചിരുത്തി അവന്റെ കയ്യിൽ ആ ഒരു ചില്ലുണ്ടല്ലോ അതിങ്ങനെ പതിയെ എടുത്ത് മാറ്റും. അങ്ങനെ എടുക്കുന്ന സമയത്താണ് അവനായാലും പതിയെ അവളുടെ തലമുടി എടുത്ത് ഇങ്ങനെ മാറ്റുന്നുണ്ട്. എന്തോ അവൻ അവളോട് ഇഷ്ടം കൂടി വരികയാണ്. അപ്പോഴാണ് എല്ലി നോക്കുമ്പോൾ അവിടെ ടേബിളിലായിട്ട് ഒരു റോസ് കളറിലൊരു സാധനം ഇരിക്കുന്നു. മെഴുകുതിരിയല്ല, അത് വേറൊരു സാധനമാണ്. അങ്ങനെ അവളായാലും അവനോട് സംസാരിച്ച് പതിയെ അടുത്തേക്ക് ചെന്ന് അതങ്ങനെ എടുത്തിട്ട് ഒളിപ്പിച്ചു വെച്ച് അവളുടെ ആ ഒരു കബോർഡിലേക്ക് വെക്കാൻ വേണ്ടി പുറകിലേക്ക് നോക്കി നടന്ന് അവനെ കാണിക്കാതെ കബോർഡ് തുറക്കുന്നതും അതിനകത്ത് ഇതേ നിൽക്കുന്നു നമ്മുടെ ഹൃദയത്തിന്റെ കണ്ണുകളല്ല ചേട്ടൻ. ഇത് കാണുമ്പോഴത്തേക്കും കയ്യിലിരിക്കുന്ന ആ ഒരു വൈബ്രേറ്റർ ഉണ്ടല്ലോ അതെടുത്ത് അവന്റെ തലയിലേക്ക് ഒരു എറിഞ്ഞിട്ട് പേടിച്ച് പുറകിലേക്ക് വരുന്നതും നമ്മുടെ കില്ലറാണെങ്കിലും അവന്റെ കയ്യിലുള്ള ആ ഒരു അമ്പെടുത്ത് വിടുന്നുണ്ട്. പക്ഷെ ജസ്റ്റ് മിസ്. ആ ഒരു സമയത്ത് ഹീറോ ഓടി വന്ന് അവനെ പിടിച്ച് അടുത്തേക്ക് അങ്ങനെ ചേർത്ത് നിർത്തിയിട്ട് ഇടിക്കാൻ ശ്രമിക്കും. പക്ഷേ കില്ലറിനോടൊപ്പം പിടിച്ചു നിൽക്കാനായിട്ട് കഴിയുന്നില്ല. ഇപ്പൊ കില്ലർ ഹീറോയെ പിടിച്ച് തിരിച്ചു നിർത്തിയിട്ട് ആ ഒരു കത്തി കൊണ്ട് അവനെ കുത്താനായിട്ട് വരുന്ന ആ ഒരു സമയം ഹീറോയിൻ പുറകിലൂടെ ഒരു ലൈറ്റ് എടുത്തുകൊണ്ട് വന്ന് അവന്റെ തലയിലേക്ക് ഒരു ഒറ്റയിടി. അങ്ങനെ ആ ഒരു കില്ലറിനെ ഇടിച്ച് താഴേക്കിട്ട് ഇവർ രണ്ടുപേരും വെളിയിലേക്ക് ഓടി വരുമ്പോൾ ദേ പുഴുവിനെ പോലെ അവിടെ കിടന്ന് ഞൊളയുന്നുണ്ട് ഒരു സാധനം. അതെന്തായാലും ശ്രദ്ധിക്കണ്ട, നമുക്ക് മൂവിയിലേക്ക് പോവാം. അങ്ങനെ ഇവര് രണ്ടുപേരും പെട്ടെന്ന് ആ ഒരു ഡോറ് പിടിച്ചടച്ചിട്ട് അതൊരു ബെൽറ്റ് കൊണ്ട് കില്ലറിന് തുറക്കാൻ കഴിയാത്ത രീതിയിൽ അടച്ചിങ്ങനെ പിടിക്കാണ്. എന്നിട്ട് ആശ്വസിച്ച് അവിടെ നിൽക്കാണ്. ഓടിപ്പോവാനുള്ളത് മണ്ടന്മാരി. അപ്പോഴേക്കും പെട്ടെന്ന് പുറകിലൂടെ ഒരു കത്തി വെളിയിലേക്ക് ഇങ്ങനെ ഇറങ്ങുന്നതും രണ്ടുപേരും പേടിച്ച് നേരെ വെളിയിലേക്ക് വരും. വെളിയിലേക്ക് വന്ന ആ ഒരു കാറിന്റെ അടുത്തേക്ക് ചെല്ലുമ്പോഴത്തേക്കാണ് ആ ഒരു ഡ്രൈവറെ ആൾറെഡി കൊന്നു വെച്ചേക്കാണ്. അപ്പോഴാണ് ഹീറോയിൻ പെട്ടെന്ന് തിരിഞ്ഞു നിന്നിട്ട് അപ്പോഴേക്കും ആ ഒരു കില്ലറും വെളിയിലേക്ക് ഇറങ്ങി വന്നു. ഇപ്പോൾ ഹീറോയിൻ പെട്ടെന്ന് തിരിഞ്ഞു നിന്ന് ആ ഒരു കില്ലറിനോട് പറയും, ഞങ്ങളെ കൊല്ലരുത്, ഞങ്ങൾ ഒരിക്കലും ദമ്പതികളല്ല, ഞങ്ങൾക്ക് പരസ്പരം അറിയത്തോലുമില്ല, അതുകൊണ്ട് ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല, ഞങ്ങളെ കൊല്ലേണ്ട ആവശ്യം എന്താണെന്ന് ചോദിക്കുമ്പോൾ ആ കില്ലർ കുറച്ചു നേരം ആലോചിച്ചിട്ട് പെട്ടെന്ന് അതെടുത്ത് അങ്ങ് ഷൂട്ട് ചെയ്ത് കൊടുക്കും. ഇത് ഹീറോയിൻ പ്രതീക്ഷിക്കത്തില്ല. കാര്യം സംസാരിക്കുമ്പോൾ ഷൂട്ട് ചെയ്യുന്ന ആളെ തെണ്ടിയെന്നും പറഞ്ഞ് ഹീറോയും ഇപ്പൊ അവിടെ നിന്ന് ഓടാൻ തുടങ്ങാണ്. അങ്ങനെ കില്ലറായാലും ഇവരുടെ പുറകെ വന്നിട്ട് അവൻ മറ്റൊരു വഴിയെ പോകുന്നു. അങ്ങനെ ഇവർ രണ്ടുപേരും കുറേ ദൂരം ഒരു ടണൽ പോലുള്ള ഭാഗമാണ്, അതിനുള്ളിലൂടെ കുറെ ഓടിയിട്ട് ഒരിടത്ത് വന്ന് നിൽക്കുമ്പോൾ നമ്മുടെ ഹീറോ പെട്ടെന്ന് ഹീറോയിനെ വിളിച്ചിട്ട്, അല്ല നിക്ക് ഒരു ശബ്ദം കേൾക്കുന്നില്ലേ? അവള് ചോദിക്കും, എന്ത് ശബ്ദം എന്ന് ചോദിക്കുമ്പോൾ മറ്റൊരു സൈഡിൽ നിന്നും ആ ഒരു കില്ലർ വന്ന് ഹീറോയിനെ പിടിച്ചോണ്ട് പോകുന്നു. അപ്പോഴേക്കും ഹീറോ പെട്ടെന്ന് പുറകിലൂടെ വലിയൊരു തടി കൊണ്ടുവന്ന് ആ ഒരു കില്ലറിനെ ഒരു ഒറ്റയടി. അപ്പൊ കില്ലറായാലും തന്റെ കയ്യിലുള്ള ആ ഒരു വാളുണ്ടല്ലോ അത് വെച്ച് ഹീറോയെ 2-3 തവണ വെട്ടാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ജസ്റ്റ് മിസ്. അപ്പോഴേക്കും ആ ഒരു കില്ലർ ഹീറോയെ ഒരു ഒറ്റ ചവിട്ട് ഹീറോ തെറിച്ച് താഴേക്ക് വന്ന് വീട് തല ഇടിച്ചിട്ട് ഇപ്പൊ കൈ വെച്ച് തൊട്ടു നോക്കുമ്പോൾ തല മുറിഞ്ഞു. ശിവനെ ഇത് ഏത് ജില്ല എന്നുള്ള രീതിയിൽ ഹീറോയുടെ ബോധം പോയി. ആ ഒരു സമയത്ത് ഹീറോയിൻ അവിടെ നിൽക്കോ ജീവനും കൊണ്ട് ഓടുകയാണ്. ഓടി അവസാനം ഒരു പാർക്കിലേക്ക് ചെന്ന് കയറും. അവിടെയാണെങ്കിൽ ഈ കുതിരയെ വെച്ചിട്ട് ഓടുന്ന ഒരു റൈഡ് ഉണ്ടല്ലോ അതിനകത്ത് കയറി ഇങ്ങനെ ഒളിച്ചിരിക്കും. അപ്പൊ ഈ ഒരു കില്ലറായാലും അവിടേക്ക് വന്ന് അവിടെ എല്ലാ ഹീറോയിനെ നോക്കാണ്.
അപ്പോൾ ഹീറോയിനെ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ കഴിയത്തില്ല എന്ന് മനസ്സിലാക്കി കില്ലർ അവൻ എവിടെയാണെന്ന് ഹീറോയിൻ നോക്കുമ്പോൾ അവൻ അവിടെയുള്ള ഒരു ഊഞ്ഞാലിലിരുന്ന് അങ്ങനെ ആടുന്നു. അങ്ങനെ ഹീറോയിൻ പതിയെ അകത്തേക്ക് കയറുമ്പോഴത്തേക്കാണ് പെട്ടെന്ന് ഈ ഒരു റൈഡ് അങ്ങ് ഓണാവുകയാണ്. ഇപ്പോൾ കില്ലർ അതെല്ലാം പ്രവർത്തിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ഇത് കറങ്ങി വരുന്നതും ഹീറോയിൻ എവിടെയാണെന്നുള്ള കാര്യം കില്ലർ കണ്ടു. എന്നിട്ട് അകത്തേക്ക് കയറിയിട്ട് ഹീറോയിൻ ഒളിച്ചിരിക്കുമ്പോൾ അവളുടെ പുറകെ നിന്ന് ഒരു ഒറ്റ വെട്ട് ആ ഒരു കുതിരയുടെ തലയാണ് മുറിഞ്ഞങ്ങ് താഴെ വീഴുന്നത്. അത് കഴിഞ്ഞ് അവളെ വെട്ടാനായിട്ട് വരുന്നതും അവൾ ചാടിക്കയറി ഇരിക്കുമ്പോൾ ദേ ഇതുപോലെ ഈ വാൾ എവിടെയാണ് ഇരിക്കുന്നത് നോക്ക്. പക്ഷെ ആ ഒരു ഗ്യാപ്പിൽ ഹീറോയിൻ കില്ലറിനെ ചവിട്ടി താഴേക്കിടും. എന്നിട്ട് അതിൽ നിന്ന് ചാടി വെളിയിലേക്ക് ഇറങ്ങിയിട്ട് വീണ്ടും അവിടെ നിന്ന് ഓടാണ്. കില്ലർ വീണ്ടും പുറകെ തന്നെ ഉണ്ട്. പക്ഷെ ഇത്രയും കറക്കം കറങ്ങിയത് കൊണ്ട് തന്നെ ഹീറോയിൻ തല കറങ്ങി നേരെ താഴേക്ക് വന്ന് വീണ് എഴുന്നേൽക്കാൻ പറ്റാതിരിക്കുന്നത്. കില്ലർ അടുത്തേക്ക് വന്ന് വാളിങ്ങനെ കൈ കൊണ്ട് പൊക്കുമ്പോൾ കുറച്ച് ദൂരെയായിട്ട് പോലീസ് വരുന്നു. ഇത് കാണുമ്പോഴത്തേക്കും ആ ഒരു കില്ലർ അവിടെ നിന്ന് അങ്ങ് പോകും. ഇപ്പോൾ ഹീറോയിൻ ആയാലും മൂടി ആ ഒരു പോലീസുകാരൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് സാർ ഇവിടെ ആ ഒരു കില്ലർ ഉണ്ടായിരുന്നു, എന്റെ സുഹൃത്തിനെ കൊല്ലാനായിട്ട് വന്നു എന്നെല്ലാം പറയുമ്പോൾ നിങ്ങളുടെ സുഹൃത്ത് എവിടെയാണ്? അവന്റെ അതിനകത്ത് കിടപ്പുണ്ട്. അപ്പൊ അവനെ ഉപേക്ഷിച്ചിട്ട് നിങ്ങൾ ഒറ്റയ്ക്ക് വന്നു? ഇല്ല, ഒറ്റയ്ക്ക് വന്നതല്ല എന്നെല്ലാം പറഞ്ഞ് ഈ ഒരു പോലീസുകാരനോട് പറയാൻ ശ്രമിക്കുമ്പോൾ അയാളെ വേറൊരു പോലീസുകാരെ വിളിക്കുകയാണ്. എന്നിട്ട് പറയും ഹാർട്ട് ഐസ് കില്ലർ, ആ ഒരു കില്ലറിനെ ഇവിടെ കണ്ടുപിടിച്ചു എന്നും പറഞ്ഞിട്ട് ഇപ്പൊ അയാളോട് പറയുമ്പോഴത്തേക്കും ഇത്രയും നേരം ഇവിടെ നിന്ന് ആ ഒരു കില്ലർ ഇത്ര പെട്ടെന്ന് മറ്റൊരു സ്ഥലത്ത് എത്തിയത് എങ്ങനെയാണ് എന്ന് ഹീറോയിന് പോലും മനസ്സിലാവുന്നില്ല. അങ്ങനെ കുറെ കഴിഞ്ഞ് ഇവിടേക്ക് മറ്റു പോലീസുകാരെല്ലാം വന്നിട്ട് നമ്മുടെ ഷായും ഹോപ്സും ഉണ്ടല്ലോ, ഇവര് രണ്ടുപേരും ഹീറോയിന്റെ അടുത്തേക്ക് വന്നിട്ടാണ് പറയുന്നത് ഓക്കെ നീ ഇനി വിഷമിക്കണ്ട, കില്ലറിനെ ഞങ്ങൾ കണ്ടുപിടിച്ചു, വണ്ടിയിൽ ഇരിപ്പുണ്ടെന്ന് പറയുന്നതും അത് കാണിക്കുമ്പോൾ വേറെ ആരുമല്ല നമ്മുടെ ഹീറോ. അപ്പോൾ ഹീറോയിനോട് ചെന്നിട്ട് കാറിന്റെ അടുത്തേക്ക് ചെന്ന് അവനോട് സംസാരിക്കുമ്പോഴത്തേക്കാണ് അവൻ പറയുന്നത് ഓ അപ്പോൾ നീ എന്നെ അവിടെ ഒറ്റയ്ക്കാക്കിയിട്ട് പോയല്ലേ, ജയ് നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ അവൻ പറയും ഇല്ലല്ലി ഒരു കുഴപ്പമില്ല, എന്നെ അവിടെ ഉപേക്ഷിച്ചിട്ട് പോയതിന് ഒരുപാട് ടാങ്ക്സ് ഉണ്ട് എന്നെല്ലാം പറയാണ്. അപ്പോൾ പറയും ഞാൻ ഉപേക്ഷിച്ചിട്ട് പോയതല്ല, ആ ഒരു കില്ലർ എന്നെ കൊല്ലാനായിട്ട് വന്നു. അപ്പോൾ അവൻ പറയും പക്ഷെ നമ്മൾ രണ്ടുപേരും ഒരുമിച്ചല്ല അവിടെ നിന്നത്, ഞാൻ നിന്നെ രക്ഷിക്കാൻ ശ്രമിച്ചതോ, പക്ഷെ അതിനു മുന്നേ നിന്റെ ബോധം പോയി, ഓ അപ്പോൾ ഞാൻ മരിച്ചോട്ടെ എന്നില്ലേ എന്നെല്ലാം പറഞ്ഞിട്ട് അവൻ ആ ഒരു കാറിനകത്ത് കിടന്ന് ബഹളം വെക്കുമ്പോൾ ഹീറോയും വന്നിട്ട് ഇവരോട് പറയും സാർ നിങ്ങൾ വിചാരിക്കുന്നത് പോലെ അവരൊരിക്കലും സീരിയൽ കില്ലർ അല്ല, ഞങ്ങളെ രണ്ടുപേരെ കൊല്ലാൻ വേണ്ടിയിട്ടാണ് ആ ഒരു കില്ലർ വന്നത് എന്ന് പറയുന്ന സമയത്താണ് ആ ഒരു പോലീസുകാരൻ പെട്ടെന്ന് മാഡം ദേ ഇത് നോക്ക്, ഈ ഒരു മാസ്കും അതേപോലെ തന്നെ അവന്റെ കയ്യിൽ ഈ ഒരു ആയുധവും ഇതെല്ലാം ധരിച്ചുകൊണ്ടാണ് അവൻ ഈ ഒരു പാർക്കിൽ നിന്ന് ഞങ്ങൾക്ക് കിട്ടിയത്. അപ്പോൾ ഹീറോയും പറയും ഇല്ല അതൊരിക്കലും അവനല്ല എന്ന് പറയുമ്പോൾ ഷാ ഇപ്പൊ അവളുടെ അടുത്തേക്ക് വന്നിട്ടാണ് ആയിരിക്കാം ചിലപ്പോ അവനോടൊപ്പം വേറെ ആരെങ്കിലും ഉണ്ടെങ്കിലോ എന്നും പറഞ്ഞ് അവനെ ചോദ്യം ചെയ്യണമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ജോയെ കൊണ്ടുപോവാണ്. അപ്പോൾ ജോ ആയാലും കാറിലിരുന്ന് പറയുന്നുണ്ട് ഓക്കെ അല്ലി ഒരുപാട് ടാങ്ക്സ് ഉണ്ട് നല്ല കാര്യം ചെയ്തതിന് എന്നും പറഞ്ഞ് അവനെയും കൊണ്ട് പോകുന്നതും എല്ലിക്ക് ഇപ്പൊ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഇപ്പൊ ജയിലിലേക്ക് കൊണ്ടുവന്നിട്ട് നമ്മുടെ ജയോട് ഈ പോലീസുകാരൻ ചോദിക്കുന്ന ചോദ്യം എന്താണെന്ന് വെച്ചാല് ഇവർക്ക് ഒരു മോതിരം കിട്ടിയാലോ ഒരു പെണ്ണ് മരിച്ച സ്ഥലത്ത് നിന്നും, ആ ഒരു മോതിരത്തിൽ ജെ എസ് എന്നിങ്ങനെ എഴുതിയിട്ടുണ്ട്. അപ്പൊ അത് വെച്ചിട്ട് നമ്മുടെ ജയുടെ പേര് അതുകൂടി വെച്ചിട്ടാണ് ഇത് നീയാണ് ചെയ്തത്, അതുകൊണ്ട് നിന്റെ മോതിരമാണെന്നെല്ലാം പറയുമ്പോൾ അവൻ പറയും ഞാനൊരിക്കലും വിവാഹം പോലും കഴിച്ചിട്ടില്ല, പിന്നെ എനിക്ക് അങ്ങനെ മോതിരം കിട്ടും എന്നെല്ലാം പറഞ്ഞ് ഈ ഒരു പോലീസുകാരനോട് എതിർത്ത് സംസാരിക്കുമ്പോൾ അയാള് ജയിന് ഇടിക്കാനായിട്ട് വരും. അപ്പോൾ ഷാ എന്ന് പറഞ്ഞ ഒരു പോലീസുകാരി ഹോപ്സ് അടങ്ങിയിരിക്കെ ഞാൻ അവനോട് ചോദിക്കാം എന്നും പറഞ്ഞ് ഹോപ്സിനെ പതിയെ വെളിയിലേക്ക് പറഞ്ഞു വിട്ടിട്ട് ഇപ്പോൾ ഷായാണ് ജയിനെ ചോദ്യം ചെയ്യാൻ പോകുന്നത്. എന്നിട്ട് അവള് പറയും ഓക്കെ ഞാൻ മാത്രമേ ഉള്ളൂ ഇവിടെ, ഇനി സത്യം പറയും നീ എന്തിനാ ഇതെല്ലാം ചെയ്തേ, അതുമല്ല ഇതിനു മുന്നേ 2 ഇടങ്ങളിലായിട്ട് നടന്ന കൊലപാതകം ആ ഒരു സ്ഥലത്ത് നീ ഉണ്ടായിരുന്നു, അവിടെയെല്ലാം നീ എന്തിനാ പോയെന്ന് ചോദിക്കുമ്പോൾ ജയ് പറയും ഞാനൊരു ഫ്രീലാൻസറാണ്, അപ്പോൾ എനിക്ക് യാത്ര ചെയ്യേണ്ട ആവശ്യം വരും, അതുകൊണ്ടാണ് ഞാൻ അവിടേക്കെല്ലാം പോയത് എന്നെല്ലാം പറയുന്നുണ്ടെങ്കിൽ ഇവരത് വിശ്വസിക്കുന്നില്ല. ആ ഒരു സമയത്ത് തന്നെ ഇവിടെ വെളിയിൽ നമ്മുടെ ഹീറോയിൻ ഇവിടെ ഒരു ലേഡി ഓഫീസർ ഉണ്ട്, അവരോട് വന്നിട്ട് പറയും ഇതുപോലെ നിങ്ങൾ പിടിച്ചു വെച്ചിരിക്കുന്ന ജയ് അവനൊരിക്കലും തെറ്റുകാരനല്ല, അവർ തെറ്റായിട്ടുള്ള ആളെയാണ് ഇപ്പോൾ ചോദ്യം ചെയ്തത്, എനിക്ക് അവരോട് സംസാരിക്കണമെന്ന് പറയുമ്പോൾ ഈ ഒരു ഓഫീസർ പറയും കുറച്ചു നേരം ഒന്ന് വെയിറ്റ് ചെയ്യുമ്പോളെ അവരവിടെ സംസാരിക്കട്ടെ, ഇപ്പോൾ എന്തായാലും അകത്തേക്ക് കയറി പോകാൻ കഴിയത്തില്ല എന്നെല്ലാം പറഞ്ഞിങ്ങനെ നിൽക്കാണ്. ആ ഒരു സമയത്താണ് അവിടെ നിന്ന് ഒരു കണ്ണാടിക്കാരൻ പെട്ടെന്ന് എഴുന്നേൽക്കുന്നത്. അവനൊരു IT ടെക്നീഷ്യനാണ്, അവന്റെ പേര് ഡേവിഡ്. അവനിപ്പോൾ എഴുന്നേറ്റ് നമ്മുടെ ഹീറോയിനോട് ചോദിക്കും അല്ല നമ്മൾ തമ്മിൽ അറിയോ? അപ്പോൾ ഹീറോയിൻ പറയില്ല അറിയത്തില്ല, ഞാൻ നിങ്ങളെ കണ്ടിട്ടില്ല എന്ന് പറയുമ്പോൾ ഓ അപ്പോൾ എനിക്ക് തോന്നിയതായിരിക്കാം, ശരി എൻ്റെ പേര് ഡേവിഡ് എന്നാണ്, ഒരു IT ടെക്നീഷ്യൻ, അല്ല നിങ്ങൾക്ക് വിരോധമില്ലെങ്കിൽ ഫ്രീ ആകുമ്പോൾ എന്നോട് കോഫി അടിക്കാൻ വരുന്നു എന്ന് നമ്മുടെ ഹീറോയിനെ അവനും ഡേറ്റിന് വിളിക്കുമ്പോൾ ഇതെന്താടാ കണ്ടവരും വരുന്നവരും പോണവരും എല്ലാവരും ഡേറ്റിന് വിളിക്കുകയാണല്ലോ. അവൾ പറയും സോറി എനിക്ക് അതിനോടൊന്നും താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ട് അവൾ പറയും ചേട്ടാ ഇവിടെയുള്ള പോലീസുകാരൊക്കെ എവിടെയാണ്, അവരെവിടെ പോയി എന്ന് പറയുമ്പോൾ ഈ ഒരു ഡേവിഡ് എന്ന് പറഞ്ഞ അവൻ പറയും അവരെല്ലാവരും ആഘോഷിക്കാൻ വേണ്ടി പോയേക്കാണ്, ഹാർട്ട് ഐസ് കില്ലറിനെ പിടികൂടിയില്ലേ ആ ഒരു സന്തോഷത്തില്ലേ എന്ന് പറഞ്ഞിട്ട് അവൻ വെളിയിലേക്ക് ഇറങ്ങിപ്പോവും. അങ്ങനെ അവളായാലും എന്ത് ചെയ്യുന്ന ആലോചിക്കാൻ നിൽക്കുന്ന സമയത്ത് ഇവിടെ അകത്ത് നമ്മുടെ ജയിനെ ഇപ്പോഴും ചോദ്യം ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോഴേക്കാണ് ആ ഒരു ലേഡി ഓഫീസർ ഉണ്ടല്ലോ അവർ പതി അകത്തേക്ക് കയറി മാഡം നിങ്ങളെ കാത്ത് വെളിയിലൊരു പെണ്ണ് നിൽപ്പുണ്ട്, ഇവന്റെ കാര്യം സംസാരിക്കാനാണെന്ന് തോന്നുന്നു പറയുമ്പോൾ ഓക്കെ ഞാനിപ്പോൾ വരാം, അവരോട് അവിടെ തന്നെ നിൽക്കാൻ പറയും എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മുടെ ഹീറോയെ നോക്കുമ്പോഴത്തേക്കും ഇവിടെ അടുത്തുള്ള ഒരു റൂം ഇങ്ങനെ തുറന്നു കിടക്കുന്നു.
അതിനകത്ത് നിന്ന് എന്തൊരു ശബ്ദവും കേൾക്കുന്നുണ്ട്. അപ്പോൾ ഹീറോയും വിചാരിക്കും അവിടെ ആ ഒരു കില്ലർ ഉണ്ടെന്ന് വിചാരിച്ചിട്ട് അവൾ അടുത്തുള്ളൊരു മൂർച്ചയുള്ള കമ്പിയുണ്ട്, അതിലൊരു കൊടി വെച്ചിട്ടുണ്ട്. അതും എടുത്ത് കുത്താനായിട്ട് ഇങ്ങനെ ചെല്ലുമ്പോൾ അതിനു മുന്നേ തന്നെ ആ ഒരു പോലീസുകാരി അവിടേക്ക് വരുന്നു. എന്നിട്ടാണ് ഷാ നേരെ ഹീറോയിൻ അടുത്തേക്ക് വന്നിട്ട്, അല്ല നീ എന്തിനാ അവന് വേണ്ടി സംസാരിക്കാൻ വന്നതെന്ന് ചോദിക്കുമ്പോൾ ഹീറോയിൻ പറയും, ആ കില്ലർ വിചാരിക്കുന്നത് പോലെ ഞങ്ങള് കപ്പിൾസ് ഒന്നുമല്ല, അവനെന്തോ ഞങ്ങളെ തെറ്റിദ്ധരിച്ചതാണ്. അപ്പോൾ ഷാ ചോദിക്കും, അതിന് കാരണം ഞങ്ങൾ അവിടെ നിന്നപ്പോൾ അറിയാതെ കിസ് ചെയ്തു പോയി, എനിക്കത് ചെയ്യേണ്ടി വന്നു. കാരണം എൻ്റെ എക്സ് അവിടെ വന്നപ്പോൾ എനിക്ക് വേറെ വഴിയില്ലാതെ അത് ചെയ്യേണ്ടി വന്നതാണ്. ഓക്കെ, എനിക്ക് മനസ്സിലായി എന്നും പറഞ്ഞിട്ട് അവരടുത്തുള്ളൊരു ഫ്രിഡ്ജിനടുത്തേക്ക് ചെന്ന് അതിങ്ങനെ ഓൺ ചെയ്യുന്നതും പെട്ടെന്ന് അവിടുത്തെ പവർ അങ്ങ് കട്ടാവുകയാണ്. ഇത് കണ്ട് ഹീറോയിൻ പെട്ടെന്ന് അങ്ങ് പേടിച്ചു. അപ്പോഴേക്കും അവർ ഫ്ലാഷ് ലൈറ്റ് ഓൺ ആക്കിയിട്ട് അടുത്തുള്ള ആ ഒരു ലേഡി ഓഫീസർ ഉണ്ടല്ലോ അവരായാലും, ഓക്കെ പേടിക്കണ്ട, എൻ്റെ കയ്യിൽ ഫ്ലാഷ് ലൈറ്റ് ഉണ്ടെന്ന് പറയുമ്പോൾ ഹീറോയിൻ പറയും, ഇല്ല ഈ ഒരു കബോർഡിനുള്ളിൽ കൊലയാളി ഉണ്ടെന്ന് തോന്നുന്നു എന്ന് പറയുമ്പോൾ അവര് ആ ഒരു കബോർഡ് ചെന്ന് തുറന്നിട്ട് നോക്കുമ്പോൾ അതിനകത്ത് ആരുമില്ല. എന്നിട്ടാണ് ഹീറോയിനോട് ഇവിടെ ആരും ഇല്ലല്ലോ എന്ന് പറയുന്നതും അവരെ പുറകിൽ നിന്നും ആ ഒരു മൂർച്ചയുള്ള കമ്പി കൊണ്ട് ആ ഒരു കില്ലർ അങ്ങനെ കുത്തി പൊക്കി അങ്ങ് എടുക്കാണ്. അങ്ങനെ ആ ഒരു ഓഫീസറിനെ കൊന്ന് ഇപ്പൊ കാണിക്കുമ്പോഴത്തേക്കും ഹൃദയത്തിന്റെ കണ്ണുകളുള്ള നമ്മുടെ ചേട്ടൻ അവന്റെ മാസ്കിലെ ആ ഒരു ലൈറ്റ് അങ്ങ് ഓണാക്കിയിട്ട് ഇപ്പോ ഹീറോയിനെ കൊല്ലാൻ വരികയാണ്. എന്നിട്ട് അവിടെ ഇല്ലെങ്ങനെ നോക്കുമ്പോൾ ഹീറോയിൻ ഉള്ളിലേക്ക് ഇങ്ങനെ ഒളിച്ചു പോകുന്നു. പുറകെ ചെല്ലുമ്പോഴത്തേക്കും ഹീറോയിൻ അടുത്തുള്ള ആ ഒരു ചെയർ ഉണ്ട്, അത് പിടിച്ച് അവന്റെ ദേഹത്തേക്ക് തള്ളി അങ്ങിട്ട് കൊടുക്കും. എന്നിട്ട് അവിടെ നിന്നും അകത്തേക്ക് ഓടി അങ്ങ് ഒളിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ഹീറോയിൻ ഓടി ആ ഒരു ഷാ എന്ന് പറഞ്ഞ ഓഫീസറിന്റെ അടുത്തേക്ക് ചെന്നിട്ട്, മേഡം എന്റെ പുറകെയുണ്ട് ആ ഒരു കില്ലർ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഹീറോയിൻ മറ്റൊരു മുറിയിലേക്ക് പോകുമ്പോൾ നമ്മുടെ ഷാ ഉണ്ടല്ലോ അവളിപ്പോ തോക്കും കൊണ്ടിങ്ങനെ നിൽക്കാണ് ഷൂട്ട് ചെയ്യാനായിട്ട്. അപ്പോഴേക്കും ആ ഒരു കില്ലർ അവിടേക്ക് നടന്നു വരുന്നുണ്ട്. പക്ഷെ അവൾക്ക് എന്താണ് സംഭവിച്ചെന്ന് കാണിക്കുന്നില്ല, എന്തായാലും കൊന്നു കാണും. അതേസമയം ഹോപ്സ് എന്ന് പറഞ്ഞ ആ ഒരു പോലീസുകാരൻ ഇപ്പോൾ ഹീറോയുടെ റൂമിൽ നിന്ന് വെളിയിൽ ഈ ഒരു ശബ്ദമെല്ലാം കേട്ടിട്ട്, ഓക്കെ മോനെ നീ ഇവിടെ തന്നെ ഇരുന്നു, ഞാൻ ഇപ്പോൾ വരാമെന്നും പറഞ്ഞ് പെട്ടെന്ന് വെളിയിലേക്ക് ഇറങ്ങി വന്നിട്ട് ആരെ കാണാത്തത് കൊണ്ട് തന്നെ ഒരു തോക്കും എടുത്ത് വെച്ച് പതിയെ നടന്നിങ്ങനെ പോവാണ്. അങ്ങനെ പതിയെ പതിയെ അടുത്തൊരു വശത്തേക്ക് വന്നിട്ട് പെട്ടെന്ന് അങ്ങനെ തിരിയുന്നതും അവിടെ ആരെയും കാണുന്നില്ല. കാണിക്കുമ്പോൾ ഒരു വാള് അവന്റെ കാലിന്റെ ഇടയിലൂടെ മുകളിലേക്ക് കയറിയിട്ടുണ്ട്. അവന്റെ മൽബറീസ് എല്ലാം ഒരൊറ്റ വെട്ടിന് 2 തുണ്ടാക്കി. അത് കഴിഞ്ഞ ആ ഒരു വാൾ അങ്ങനെ വലിച്ചെടുത്തിട്ട് ഒരൊറ്റ വെട്ട് പോലീസുകാരന്റെ കഥ അവിടെ വെച്ച് അവസാനിച്ചു. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ നമ്മുടെ ഹീറോയിനെ കാണിക്കുമ്പോൾ ഹീറോയിൻ പതിയെ ഇപ്പോൾ ഹീറോ ഉള്ള ആ ഒരു ഇൻവെസ്റ്റിഗേഷൻ റൂം ആണല്ലോ അവിടേക്ക് വന്നിട്ട് ഹീറോയെ കാണുന്നുണ്ട്. പക്ഷേ അവന് തിരിച്ച് വെളിയിലുള്ള ഒന്നും കാണാൻ കഴിയാത്തത് കൊണ്ട് അവള് മൈക്കിലൂടെ, ജയ് ഞാൻ ഇവിടെ ഉണ്ട്, പറയുന്നത് കേൾക്കാൻ കഴിയുമെന്ന് ചോദിക്കുമ്പോൾ അവൻ പറയും, അതെ അതെ കേൾക്കാൻ കഴിയും, എന്റെ കൈയാണെങ്കിൽ വിലങ്ങിട്ട് വെച്ചേക്കാണ്, അതിന്റെ കീ ഹോപ്സ് എന്ന് പറഞ്ഞ ഒരു പോലീസുകാരന്റെ കയ്യിലുണ്ട്, അതെങ്ങനെയെങ്കിലും കണ്ടുപിടിച്ചിട്ട് വരാൻ പറയുമ്പോൾ അവളായാലും പെട്ടെന്ന് അവിടേക്ക് പോകുന്നു. അപ്പോൾ അവൻ വീണ്ടും എന്നെ കളഞ്ഞിട്ട് പോയോ എന്നും പറഞ്ഞ് അകത്ത് നിൽക്കുന്ന സമയത്താണ് നമ്മുടെ കില്ലർ പതിയെ അകത്തേക്ക് കയറുന്നു. എന്നിട്ട് ജയിന്റെ അടുത്തേക്ക് വന്ന് അവനെ വെട്ടാൻ ശ്രമിക്കുമ്പോൾ അവൻ ഈ ഒരു ടേബിളിന്റെ ചുറ്റും കിടന്ന് ഓടിക്കളിക്കുകയാണ്. ഒരു വെട്ട് പോലും കൊള്ളുന്നില്ല. കില്ലറിനായാലും ആകെ ഭ്രാന്ത് പിടിച്ചു. എന്ത് ചെയ്യുന്ന ആലോചിച്ച് നിൽക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് ഈ ഒരു റൂമിന്റെ ഗ്ലാസ് അതങ്ങനെ പൊട്ടുന്നു. പതിയെ പതിയെ അതിങ്ങനെ പൊട്ടിയിട്ട് പെട്ടെന്ന് കാണിക്കുമ്പോൾ വെളിയിൽ നിന്ന് നമ്മുടെ ഹീറോയിൻ തോക്ക് ഉപയോഗിച്ച് അകത്തേക്ക് ഷൂട്ട് ചെയ്യുന്നതാണ്. എന്നിട്ട് ആ ഒരു കില്ലറിന്റെ നേക്ക് അങ്ങനെ കാണിച്ച്, ഓക്കേടാ കില്ലറെ നിന്നെ ഇന്ന് കൊല്ലും എന്ന് നമ്മൾ വിചാരിക്കുമ്പോൾ മാങ്ങയിൽ എറിയാൻ പറഞ്ഞാൽ ചക്കയിൽ എറിയുന്ന കണക്ക് ആ തോക്ക് വെച്ച് അവിടെ ഇവിടെ എല്ലാം ഷൂട്ട് ചെയ്യാണ്. ഒരു ബുള്ളറ്റ് പോലും കില്ലറിന്റെ ദേഹത്ത് കൊണ്ടില്ല. അങ്ങനെ കില്ലറായാലും പേടിച്ച്, ഉന്നമില്ലാത്തവള് എവിടെയെങ്കിലും കൊള്ളിക്കും എന്നും പറഞ്ഞ് കില്ലർ പെട്ടെന്ന് തന്നെ വെളിയിലേക്ക് ഇറങ്ങി ഓടും. ആ ഒരു സമയത്ത് ഹീറോയിൻ ചാടി അകത്തേക്ക് വന്നിട്ട് അവന്റെ വിലങ്ങ് എങ്ങനെയും അഴിച്ചെടുക്കും. എന്നിട്ട് പറയും, ഇനി ഇപ്പൊ നിൽക്കാൻ സമയമില്ല, വെളിയിലേക്ക് പോവാന്നും പറഞ്ഞ് രണ്ടുപേരും ഓടി വെളിയിലേക്ക് വരും. വെളിയിലേക്ക് വരുമ്പോഴത്തേക്കാണ് ഒരു കാർ വരുന്നത്. ഹീറോയിൻ ഇത് കണ്ട് ആ ഒരു വണ്ടി തടയാനായിട്ട് കൈയും കാണിച്ചു നിൽക്കുമ്പോൾ അതിനു മുന്നേ തന്നെ ഹീറോ വന്നിട്ട്, ഈ ഭ്രാന്തിയുടെ കാര്യം ഇപ്പൊ ഇടിച്ചു കൊന്നേനെ എന്നും പറഞ്ഞ് അവളെ പിടിച്ച് അപ്പുറത്തേക്ക് വന്ന് വീഴും. അങ്ങനെ താഴെ വീഴുന്നതിന് ശേഷമാണ് കുറച്ച് റൊമാൻറ്റിക് ആയിട്ട് രണ്ടുപേരും മുഖത്തോട് മുഖം നോക്കി ഉമ്മ വെക്കാനായിട്ട് വരുമ്പോൾ ഈ ഒരു കില്ലർ വെളിയിലേക്ക് ഇറങ്ങി വരുന്നു. അപ്പൊ ഹീറോയിൻ നോക്കിയിട്ട്, എടാ മരത്തലയാ, ഞങ്ങൾ രണ്ടുപേരും സ്നേഹിക്കല്ല, നിന്നോട് എത്ര പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവാത്തത് എന്താ എന്നും പറഞ്ഞ് വീണ്ടും ഓടുകയാണ്. അങ്ങനെ അവിടെ നിന്നും ഇവര് രണ്ടുപേരും ഓടിയിട്ട് അവസാനം വരുന്നത് ഈ കപ്പിൾസ് എല്ലാം ഒരുമിച്ച് നിൽക്കുന്ന ഒരു സ്ഥലം. ആഹാ, കില്ലറിന് കൊല്ലാൻ പറ്റിയത്. കില്ലറിന് ഇനിയിപ്പോൾ ആരെ കൊല്ലണമെന്ന് കൺഫ്യൂഷൻ ആവും. അതുപോലെയാണ് ഇവിടെയുള്ള കപ്പിൾസ്, ഒരുപാട് പേരുണ്ട്. അങ്ങനെ ഇവര് രണ്ടുപേരും പതിയെ ഇതിനിടയിലൂടെ ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ നമ്മുടെ കില്ലറണ്ണനായാലും പതിയെ അവിടേക്ക് വന്നിട്ട് നോക്കുമ്പോൾ ചാകര ഒരുപാട് പേരുണ്ട്. അങ്ങനെ പതിയെ നോക്കി മുന്നിലേക്ക് നടന്നു വരുമ്പോൾ ഒരുത്തൻ കാറിന്റെ ഡോർ തുറന്ന്, ഹേ മാൻ വാട്സപ്പ് എന്ന് ചോദിക്കുന്നതേ അവന് ഓർമ്മയുള്ളൂ. അതിന് മുന്നേ തന്നെ അവന്റെ വയറിലേക്ക് കത്തി കയറും. വല്ല കാര്യം ഉണ്ടായിരുന്നു, കാറിനകത്തിരുന്നിരുന്നെങ്കിൽ ഇത്രയും കുഴപ്പമില്ലായിരുന്നു. അപ്പോഴേക്ക് ഇവിടെ നമ്മുടെ ഹീറോയും രണ്ടുപേരും ഓടി ഓടി അവസാനം ഒരു വാനിനകത്തേക്ക് കയറി ഒളിച്ചിരിക്കും. അപ്പോഴേക്കാണ് വാൻ കിടന്ന് കുലുങ്ങുന്നത്. എന്താണെന്ന് നോക്കുമ്പോഴത്തേക്കാണ് രണ്ടുപേര് പുറകില് കുറച്ച് റൊമാൻറ്റിക് ആയിട്ടിരിക്കുന്നു. അപ്പോൾ ഹീറോയിൻ അവരെ നോക്കിയിട്ടാണ്, എന്തെങ്കിലും ഡ്രസ്സ് എടുത്തിട്ടൂടെ എന്ന് ചോദിക്കുമ്പോൾ, പിന്നെ ഇത് ചെയ്യുമ്പോഴത്തേക്കാണ് എന്റെ ഡ്രസ്സ്. ഓക്കെ, എന്തായാലും ഇവര് ശല്യപ്പെടുത്തുന്നില്ല,
അവര് ഇവരെയും ശല്യപ്പെടുത്തുന്നില്ല. ഇവര് രണ്ടുപേരും അവിടെ തന്നെ ഒളിച്ചിങ്ങനെ കിടക്കും. അപ്പൊ അവര് രണ്ടുപേരും കുറെ നേരമായിട്ട് അവിടെ തന്നെ ഇങ്ങനെ ഉണ്ട്. ശബ്ദമെല്ലാം കേൾക്കാം. അപ്പൊ ഇവരായാലും അതൊന്നും വലിയ കാര്യം വെക്കാതെ ഇവരെ പറ്റിയുള്ള കാര്യങ്ങൾ പരസ്പരം സംസാരിക്കുകയാണ്. അതുമല്ല മുന്നിലാണെങ്കിലും വലിയൊരു സ്ക്രീനിൽ ഒരു റൊമാൻറ്റിക് മൂവി ഓടുന്നു. ഇതും കൂടി കണ്ട് രണ്ടുപേരും പതിയെ പതിയെ സംസാരിച്ച് അടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. ആ ഒരു സമയത്ത് പുറകിലാണെങ്കിലോ ഇവര് നിർത്തുന്നില്ല, പല രീതിയിൽ ശബ്ദം ഉണ്ടായിക്കൊണ്ടേയിരിക്കുകയാണ്. ആ ഒരു സമയത്ത് പെട്ടെന്ന് കാണിക്കുമ്പോൾ അതിന്റെ ബാക്ക് ഡോർ ആര് തുറക്കുന്നു. വേറെ ആരുമല്ല, നമ്മുടെ കില്ലർ ചേട്ടൻ. പുള്ളിക്കാരൻ വന്ന് ഈ ഒരു കാമുകനെ പിടിച്ച് അങ്ങനെ കിടത്തി കയ്യിലുള്ളൊരു വാളുണ്ട്, അത് അവന്റെ വായിലേക്ക് കുത്തിയങ്ങിറക്കും. ഇത് കണ്ട ആ ഒരു പെണ്ണാണെങ്കിലോ അലറി വിളിക്കുന്ന സമയത്ത് അവളുടെ തല പിടിച്ച് ഈ വാളിന്റെ മറ്റേറ്റുണ്ടല്ലോ അതിലേക്കൊരു ഒറ്റയിടി. അയ്യോ, വല്ലാത്തൊരു സീനാണ്. അതുപോലെ തന്നെ ആ ഒരു പെണ്ണിനെയും കൊല്ലും. ഇത് കണ്ട രണ്ടുപേരും നമ്മുടെ ഹീറോയിനും വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് അവിടെ നിന്ന് ഇങ്ങനെ ഓടിപ്പോവാണ്. അപ്പൊ ഇതും കൂടി കാണുന്നതും അവിടെയുള്ള എല്ലാവരും ഇത് കണ്ട് പെട്ടെന്ന് പേടിക്കാൻ തുടങ്ങും. എന്നിട്ട് പല വഴിക്ക് ഓടുമ്പോൾ നമ്മുടെ കില്ലറിന്റെ മുന്നിൽ ആരൊക്കെ വരുന്നു അവരെല്ലാവരും ഈ കൊതുകിനെ അടിച്ച് കൊല്ലുമല്ലോ കൈകൊണ്ട്. അതുപോലെ ആ ഒരു രീതിയിൽ വാളുകൊണ്ട് വെട്ടി വെട്ടി കൊന്നിങ്ങനെ വരികയാണ്. അത് പെണ്ണെന്നോ ആണെന്നോ അങ്ങനെയൊന്നുമില്ല, കമിതാക്കളാണോ ആണാണോ പെണ്ണാണോ നോട്ടോ ഇല്ല, അവരെല്ലാവരെയും കൊല്ലുന്നുണ്ട്. അങ്ങനെ ഹീറോയിനും ഓടിപ്പോകുന്ന സമയത്താണ് നമ്മുടെ ഹീറോയിൻ പെട്ടെന്ന് ഹീറോയെ പിടിച്ചെടുത്തിട്ട് ഓക്കെ നമുക്ക് എന്തായാലും ഇനി പോകണ്ട. അപ്പോൾ ഹീറോ പറയേ അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ, നമുക്ക് പോയേ പറ്റൂ, അവനിപ്പോ ഒരുപാട് പേരെ കൊല്ലുന്നുണ്ടില്ലേ എന്ന് പറയുമ്പോൾ ഹീറോയിൻ പറയും ഒരു വിധത്തിൽ അതിന് കാരണക്കാരൻ നമ്മളല്ലേ അവൻ ഇവിടേക്ക് കൊണ്ടുവന്നത്, അതുകൊണ്ടാണ് അവൻ എല്ലാവരെയും കൊല്ലുന്നത്, അതുകൊണ്ട് നമുക്ക് തന്നെ അവനെ തടയാം എന്ന് പറഞ്ഞ് ഇവര് രണ്ടുപേരും കൈ കൊടുത്ത് ഇപ്പൊ തിരിച്ചു വരുന്നു നമ്മുടെ കില്ലറിനെ കൊല്ലാൻ വേണ്ടി. എന്നിട്ട് രണ്ടുപേരും ഓടി വന്ന് ഒരു കാറിന്റെ അടുത്ത് ഒളിച്ചിരുന്നിട്ട് നമ്മുടെ കില്ലറിനെ വിളിച്ച് നടുവിരൽ ഇങ്ങനെ കാണിച്ചു കൊടുക്കും. എന്നിട്ട് ഇവർക്ക് എന്തെങ്കിലും ആയുധം വേണമല്ലോ. അപ്പോഴാണ് നോക്കുമ്പോൾ ആ കില്ലർ കൊന്ന രണ്ടുപേരില്ലേ അവന്റെ വായിൽ ആ ഒരു വാൾ ഇപ്പോഴും ഇരിപ്പുണ്ട്. ആ ഒരു വാള് പതിയെ അങ്ങ് വലിച്ചു വരും. അപ്പോഴേക്കും ആ ഒരു കില്ലർ അവിടേക്ക് വന്നു. എന്നിട്ട് രണ്ടുപേരും വെട്ടാനായിട്ട് വരുമ്പോൾ രണ്ടുപേരും ആ ഒരു സ്ക്രീനിന് മുന്നിലേക്ക് ഓടും. അപ്പോൾ കില്ലർ പുറകെ വരുന്നുണ്ട്. അവന്റെ നിഴലാണെങ്കിൽ വലുതായിട്ട് ഇങ്ങനെ കാണുകയും ചെയ്യുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ ജെയ്യോട് അവൻ ഫൈറ്റ് ചെയ്യാണ്. ജെയ്ക്കാണെങ്കിൽ ആ ഒരു വാൾ കൊണ്ട് കില്ലറിനോട് പിടിച്ചു നിൽക്കാനായിട്ട് കഴിയുന്നില്ല. ഒരു അവസരത്തിൽ ജെയിന്റെ മുഖത്തേക്ക് ഒരു ഒറ്റയിടി ഇടിക്കൊണ്ട് ജെയ് നേരെ താഴേക്ക് വന്ന് വീഴുന്നതും അവന്റെ മുകളിലേക്ക് കയറിയിരുന്ന് ജെയിനെ കുത്താനായിട്ട് വരുമ്പോൾ ഹീറോയിൻ ഇവിടെ വണ്ടിയിൽ ഒരു ചെറിയ സിലിണ്ടർ ഉണ്ടായിരുന്നു, അതങ്ങനെ എടുത്തുകൊണ്ട് വന്നിട്ട് കില്ലറിന്റെ തലയ്ക്ക് നോക്കി ഒരു ഒറ്റയടി കാണിക്കുമ്പോൾ കില്ലറിന്റെ കണ്ണിൽ നിന്ന് രക്തം വെളിയിലേക്ക് ചാടുകയാണ്. ഇങ്ങനെ തന്നെ വേണം. എന്നിട്ട് അവൻ നിർത്തുമെന്നാണോ പെട്ടെന്ന് തിരിഞ്ഞ് ഹീറോയിന്റെ കഴുത്തിലേക്ക് പിടിക്കുന്നതും ജെയ് എന്താ ചെയ്യുന്ന വെച്ചാൽ താഴെ കിടക്കുന്ന ആ ഒരു വാളെടുത്ത് അവന്റെ നെഞ്ചിലേക്ക് കുത്തിയങ്ങിറക്കും. അതോടെ കില്ലർ ക്ലോസ്. അതുമല്ല കില്ലർ മരിച്ചു കിടക്കുമ്പോൾ ഹീറോയിൻ ഇത് കണ്ടിട്ട് പെട്ടെന്ന് അവന്റെ മുകളിലേക്ക് തന്നെ ഛർദ്ദിച്ചു വയ്ക്കുകയാണ്. എന്നിട്ടാണ് പതിയെ ഇവൻ ആരാണെന്നറിയാൻ വേണ്ടി അവന്റെ മുഖംമൂടി ഊരി നോക്കുമ്പോൾ ഇവർക്ക് അറിയത്ത് പോലുമില്ല ഇവൻ ആരാന്ന് പറഞ്ഞ് ഇവരെ നിൽക്കാണ്. അങ്ങനെ അത് കഴിഞ്ഞ് കാണിക്കുമ്പോഴത്തേക്കും ഇപ്പോ അവിടേക്ക് നമ്മുടെ ഷാ ഉണ്ടല്ലോ പോലീസുകാരി, അവള് മരിച്ചിട്ടില്ലായിരുന്നു, അവൾക്ക് ചെറിയ പരിക്കേ പറ്റിയിട്ടുള്ളൂ. അവരും ബാക്കിയുള്ള പോലീസുകാരെല്ലാം വന്ന് ഈ ഒരു കൊലയാളി ആരാണെന്ന് കണ്ടുപിടിച്ചു. അവനെ പിടിക്കുകയും ചെയ്തു, അവനെ കൊല്ലുകയും ചെയ്തു. അതുകൊണ്ട് ഇനി എന്തായാലും കുഴപ്പമുണ്ടാകത്തില്ല എന്ന് പറഞ്ഞ് ഇവരെ രണ്ടുപേരും അഭിനന്ദിച്ചിട്ട് എല്ലാവരും അവിടെ നിന്ന് പറഞ്ഞു വിടുകയാണ്. അപ്പോഴേക്കും ഹീറോ നേരെ അവളുടെ അടുത്തേക്ക് വന്നിട്ട് ഓക്കെ ഞാൻ എന്തായാലും ഇവിടെ നിന്ന് പോവാണ് എന്നും പറഞ്ഞ് അവന്റെ ഫോൺ നമ്പർ അവളുടെ കയ്യിൽ എഴുതി കൊടുത്ത് ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചാൽ മതി എന്നും പറഞ്ഞ് അവ യാത്ര പറഞ്ഞിട്ട് കാറിൽ കയറി അവിടെ നിന്ന് പോന്നു. അപ്പൊ അവൾക്കായാലും ചെറിയ വിഷമം, അവൾ ആകെ വിഷമിച്ച് വീട്ടിലിരുന്നിട്ട് ഓക്കെ ഇനി എന്ത് ചെയ്യുമെന്നും പറഞ്ഞ് ഓക്കെ ഈ ഒരു വികാരം എനിക്ക് വന്നുകൂടാ, ഇതാവശ്യമില്ല എന്നെല്ലാം പറഞ്ഞിട്ട് അപ്പോഴേക്കാണ് ആ ഒരു സുഹൃത്ത് അവളെ വിളിച്ചിട്ട് പറയുന്നത് എലി നമുക്ക് പ്രണയം ഉണ്ടെങ്കിലേ അതെന്തായാലും തുറന്നു പറയണം, എന്തോ ആവട്ടെ, അതുകൊണ്ട് ഒരിക്കലും നീ ഒരു മനോഹരമായിട്ടുള്ള പ്രണയം ഒരിക്കലും നഷ്ടപ്പെടുത്തരുത് എന്നെല്ലാം അവളോട് ഇങ്ങനെ പറഞ്ഞിട്ട് ഓക്കെ അവൻ ഇവിടെ നിന്ന് പോകുന്നതിന് മുന്നേ അവനെ പോയി കണ്ടുപിടിക്കേ എന്ന് പറഞ്ഞിട്ട് ഒരു മോട്ടിവേഷൻ കൊടുക്കുമ്പോൾ ഹീറോയിൻ ആയാലും ഇപ്പൊ ചാടി പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഒരു വണ്ടിയെ വിളിച്ച് നേരെ റെയിൽവേ സ്റ്റേഷൻ ഉണ്ട് അവിടേക്ക് വന്ന് അവിടെ എല്ലാം ഇങ്ങനെ നോക്കുമ്പോഴത്തേക്കും ജയ് ഇങ്ങനെ നടന്നു പോകുന്നു. ഓടി പുറകെ ചെന്ന് ജയ് എന്നും പറഞ്ഞ് അവനെ പിടിച്ച് കെട്ടിപ്പിടിക്കുമ്പോൾ അത് വേറൊരുത്തൻ ഷടാ കെട്ടിപ്പിടിക്കുമ്പോൾ വല്ല നോക്കണ്ടേ, ഓക്കെ അവൻ എവിടെ പോയി നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ് നിൽക്കുന്ന സമയത്താണ് ഇപ്പോൾ ഹീറോയിൻ ആരോ വിളിക്കുന്നു. പെട്ടെന്ന് ഫോൺ എടുത്ത് സംസാരിക്കുമ്പോഴത്തേക്കും ആരോ ഒരാൾ ശബ്ദം മാറ്റി ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. നിന്റെ കാമുകൻ ജയ്, അവന് നിനക്ക് ആവശ്യമുണ്ടെങ്കിൽ ഞാൻ പറയുന്ന സ്ഥലത്തേക്ക് ഒറ്റയ്ക്ക് വരണം, അങ്ങനെയാണെങ്കിൽ അവനെ നിനക്ക് നഷ്ടപ്പെടുത്തില്ല എന്നിങ്ങനെ പറയുന്നതും അത് കേൾക്കുന്നത് നമ്മുടെ ഹീറോയിൻ ഒരു വണ്ടിയും വിളിച്ചിട്ട് നേരെ ഒരു വലിയ ബിൽഡിങ്ങിനകത്തേക്ക് ചെല്ലുന്നു. അവിടെ വെളിയിലേക്ക് ഇറങ്ങി പതിയെ ആ ഒരു ഡോർ തുറന്ന് അകത്തേക്ക് ചെല്ലുമ്പോഴത്തേക്കും നമ്മുടെ ജെയിനെ അവിടെ പിടിച്ച് കെട്ടിയിട്ടേക്കാണ്. പലയിടങ്ങളിലായിട്ട് മെഴുകുതിരിയെല്ലാം ഇങ്ങനെ കത്തിച്ചു വെച്ചിട്ടുണ്ട്. ആ ഒരു സമയത്താണ് കാണിക്കുമ്പോൾ ജെയുടെ പുറകെ തന്നെ നിൽക്കുന്നു ഹാർട്ട് ഐസ് കില്ലർ. ഷെടാ ഇവൻ മരിച്ചില്ലേ, ഇവന്റെ കണ്ണനിട്ടല്ലേ നല്ല പണിയെല്ലാം കൊടുത്തത് എങ്ങനെയെന്ന് പറഞ്ഞ് അടുത്തേക്ക് ചെല്ലുമ്പോഴത്തേക്കാണ് അവൻ ആ ഒരു മുഖം മൂടി ഊരുന്നു. അത് വേറെ ആരുമല്ല നമ്മുടെ IT ടെക്നീഷ്യൻ ഡേവിഡ്. അപ്പൊ ഇവനാണ് ഈ ഒരു ഹാർട്ട് ഐസ് കില്ലർ. അപ്പോൾ ഹീറോയിൻ ചോദിക്കും അല്ല അപ്പോൾ ഞങ്ങളാരെയാ കൊന്നതെന്ന് ചോദിക്കുമ്പോൾ അവൻ പെട്ടെന്ന് ചിരിക്കാൻ തുടങ്ങും. അപ്പോൾ നിങ്ങൾ രണ്ടുപേരുണ്ടോ? ഇല്ല ഞങ്ങൾ 3 പേരുണ്ടെന്ന് പറയുന്നതും മറ്റൊരിടത്ത് നിന്ന് ഷാ എന്ന് പറഞ്ഞ ഒരു പോലീസുകാരി ഉണ്ടല്ലോ അവൾ കയറി വരുന്നു. എന്നിട്ട് അടുത്തേക്ക് വന്ന് രണ്ടുപേരും കിസ് ചെയ്യാണ്. വേറൊന്നുമല്ല ഇവര് രണ്ടുപേരും പ്രണയിക്കുന്നുണ്ട്.
എന്നിട്ട് ഇവർ രണ്ടുപേരും തന്നെ പ്രണയിക്കുന്നവരെ കൊല്ലുകയും ചെയ്യുന്നുണ്ട്. അത് ഇവർക്കൊരു സന്തോഷമാണെന്നും പറഞ്ഞ് ആ ഒരു രീതിയിലുള്ള സൈക്കോള്. അപ്പോൾ ഹീറോയിൻ ചോദിക്കും, അപ്പോൾ മൂന്നാമത്തെ ഞങ്ങൾ കൊന്നാള് അത് വെറുതെ ഞങ്ങളുടെ ആരാധകനായിരുന്നു, അവനായിട്ട് തന്നെയാണ് ഞങ്ങളെ കണ്ടുപിടിച്ച് ഞങ്ങളുടെ അടുത്തേക്ക് വന്നിട്ട് ഇതെല്ലാം ചെയ്തോട്ടെ എന്ന് ചോദിച്ചത്. ഞങ്ങളായാലും അതിന് സമ്മതിക്കുകയും ചെയ്തു. പാവം, അവനെയാണ് നിങ്ങൾ കൊന്നത്. അപ്പൊ ഇവര് രണ്ടുപേരും ഒരുമിച്ചുള്ളത് കൊണ്ടാണ് നമ്മുടെ പോലീസുകാരിയെ ആ ഒരു സ്റ്റേഷനകത്ത് വെച്ച് ഇവൻ കൊല്ലാതിരുന്നത്. ഓ, അപ്പൊ ഇവർക്ക് രണ്ടുപേർക്കും പ്രണയിക്കാം, മറ്റുള്ളവർ പ്രണയിച്ചുകൂടാ. നല്ല കാര്യം. അപ്പോ ഹീറോയിൻ അപ്പോഴും പറയുന്നുണ്ട്, ഞങ്ങൾ ഒരിക്കലും പ്രണയിച്ചിട്ടില്ല, അതറിയാതെ സംഭവിച്ചാണെന്ന് നിങ്ങൾക്കെല്ലാം അറിയാന്നെല്ലാം പറയുന്നുണ്ടെങ്കിലും ഇവരത് വിശ്വസിക്കത്തില്ല. അപ്പോഴാണ് ഇവർ പറയുന്നത്, അതെ, നിന്റെ എക്സിനെയും അവന്റെ കാമുകിനെ കൊല്ലാൻ വേണ്ടിയിട്ടാണ് ഞങ്ങള് ആ ഒരു സ്ഥലത്ത് വന്നത്. അപ്പോഴേക്കാണ് നിങ്ങൾ രണ്ടുപേരും കിസ് ചെയ്തത്. അവിടെ വെച്ച് തന്നെ എന്റെ ടാർഗറ്റ് മാറി എന്നിപ്പോ ഡേവിഡ് പറയും. അപ്പോഴേക്കാണ് ഡേവിഡ് പറയുന്നത്, ദേ അവിടെ നോക്ക്, ഒരു തോക്ക് കണ്ടോ, അതിലൊരേ ഒരു ബുള്ളറ്റ് മാത്രമേ ഉള്ളൂ. നിനക്ക് അവന് ഇഷ്ടമല്ലാന്നുണ്ടെങ്കിലേ നീ ആ ഒരു തോക്കെടുത്ത് അവനെ ഷൂട്ട് ചെയ്ത് കൊന്നിട്ട് നീ ഇവിടെ നിന്ന് പോയിക്കോ. ഇല്ല, അവൻ മരിക്കണ്ടെന്നാണെങ്കിൽ അത് നിന്റെ തലയിലേക്ക് വെച്ച് നീ സ്വയം മരിക്ക്, അങ്ങനെയാണെങ്കിൽ അവൻ രക്ഷപ്പെടും എന്നുള്ള രീതിയിൽ പറയുമ്പോൾ ഓക്കെ, നല്ലൊരു പണി തന്നെ ഹീറോയിന് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്ത് ചെയ്യും? ഹീറോയിൻ പതിയെ ചെന്ന് വേറെ വഴിയില്ല ആ ഒരു തോക്കും എടുത്ത് ഇവരുടെ മുന്നിലേക്ക് വന്നിട്ട് ഹീറോയെ നോക്കിയിട്ടാണ് പറയുന്നത്, സോറി, എനിക്കിപ്പോൾ വേറെ വഴിയില്ല എന്നും പറഞ്ഞ് ആദ്യം അവളുടെ തലയിൽ വയ്ക്കും. അപ്പോൾ ഹീറോ ആണെങ്കിലോ വേണ്ട വേണ്ടെന്ന് പറയുമ്പോൾ പെട്ടെന്ന് ആ ഒരു തോക്കെടുത്ത് ഹീറോയെ ഷൂട്ട് ചെയ്യാണ്. അവിടെയാണ് ഒരു കാര്യം, നമ്മുടെ ഷാ പെട്ടെന്ന് അവളെ കൈ നീട്ടിയിട്ട് എന്തോ പറയുന്നുണ്ട്. വേറെ ഒന്നുമല്ല, ബുള്ളറ്റ് കൊണ്ടത് ഷായുടെ വയറിലേക്ക്. അവള് താഴെ വീഴുന്നത് നമ്മുടെ ഡേവിഡ് ഡാർലിംഗ് എന്നും പറഞ്ഞിട്ട് അവളെ പിടിക്കാനായിട്ട് ചെല്ലും. എന്നിട്ട് ഇവര് രണ്ടുപേരും മറ്റൊരു വശത്തേക്ക് പോയി ഒളിച്ചിരിക്കുമ്പോൾ ഡേവിഡ് ഇപ്പൊ അവളെ നോക്കി ഷൂട്ട് ചെയ്യുന്നുണ്ട്, പക്ഷെ കൊള്ളുന്നില്ല. ഇപ്പൊ ഇവർക്ക് രക്ഷപ്പെട്ട് പോകാനായിട്ടും വേറെ വഴിയില്ല. അപ്പോഴേക്കാണ് ഷാ പതിയെ എഴുന്നേറ്റ് നമ്മുടെ ഹീറോയിന്റെ അടുത്തേക്ക് വരും. ആ ഒരു സമയത്തിന് ഡേവിഡ് വന്ന് ജെയിനെ പിടിച്ചിട്ട് അവനെ വലിച്ചൊരിടത്തേക്ക് കൊണ്ടിടുമ്പോഴത്തേക്കും ഇവിടെ ഷാ ആണെങ്കിലോ ഹീറോയിന്റെ അടുത്തേക്ക് വന്ന്, ഓക്കെ, നിന്റെ കാമുകം മരിക്കാൻ പോകുന്നത് നീ കണ്ടോ, അത് കഴിഞ്ഞിട്ട് നിന്നെ ഞാൻ കൊല്ലാന്ന് പറഞ്ഞ് ഹീറോയിനെ പിടിച്ചു വെക്കുന്നതും ഇവിടെ ഡേവിഡ് ജെയുടെ മുകളിലേക്ക് കയറിയിരുന്ന് അവനെ കൊല്ലാന്നും പറഞ്ഞ് അവനോട് സംസാരിക്കുമ്പോൾ ഇവരുടെ കയ്യിലിരിക്കുന്ന ആ ഒരു അമ്പുണ്ടല്ലോ അതെടുത്ത് ഡേവിഡിന്റെ കണ്ണില് ഒരൊറ്റ കുത്ത്. അത് കണ്ണിലൂടെ ഇറങ്ങി മൂക്കിലൂടെ ഇങ്ങനെ തറച്ചിരിക്കുകയാണ്. ഇത് കാരണം ഡേവിഡ് വേദന സഹിക്കാൻ കഴിയാതെ എഴുന്നേറ്റ് പുറയിലേക്ക് പോയി ആ ഒരു മെഴുകുതിരി എല്ലാം തട്ടിയിട്ട് ഇതെല്ലാം കൂടി അവന്റെ മുകളിലേക്ക് വീണ് തലയിലൂടെ എല്ലാം വീണിട്ട് തലയെല്ലാം നല്ലതുപോലെ ഗുരുകുന്നുണ്ട്. അപ്പൊ ഇത് കണ്ട ഷായ്ക്ക് ദേഷ്യം വന്ന് ഹീറോയിനോട് ഫൈറ്റ് ചെയ്യുമ്പോൾ ഹീറോയിൻ ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ 2-3 വെട്ട് അവളുടെ കാലിലും കയ്യിലെല്ലാം ആയിട്ട് വിട്ടുന്നുണ്ട്. എന്നിട്ടാണ് നമ്മുടെ ജയ്യോട് ചോദിക്കുന്നത്, ജയ്, നീ ഇതെല്ലാം കാണുന്നുണ്ടോ, ഞാൻ അവളെ കൊല്ലാൻ പോവാണ് എന്ന് പറഞ്ഞ് ഹീറോയിൻ അടുത്തേക്ക് വരുമ്പോൾ അവളുടെ കയ്യിലുണ്ടായിരുന്ന ഒരു മൂർച്ചയുള്ള കമ്പി അത് വെച്ച് ഷായുടെ കഴുത്തിലേക്ക് ഒരു ഒറ്റ കുത്തുകൊണ്ട് ഇപ്പൊ ഷായ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അങ്ങനെ നിൽക്കുമ്പോൾ ഹീറോയിൻ അങ്ങനെ എഴുന്നേറ്റ് ഷായിനെയും പൊക്കി എടുത്തോണ്ട് പോവും. കാരണം പുറകിലായിട്ട് ഒരു പ്രതിമയിൽ ഒരു വലിയ വാളിരിപ്പുണ്ട്, അതിലേക്ക് കൊണ്ടുവന്ന് അവളുടെ തല അങ്ങ് കുത്തി കയറ്റുന്നതും ഷാ എന്ന് പറഞ്ഞ ആ ഒരു സൈക്കോ ലേഡിയുടെ തല പതിയെ 2 പീസാവണം. അവളുടെ ശരീരം താഴെ വീഴുമ്പോൾ തല മാത്രം അതിന് മുകളിലിരിക്കുന്നു. അങ്ങനെ അവള് മരിച്ചു. എന്നിട്ട് ഹീറോയിൻ ജയിയുടെ അടുത്തേക്ക് വന്ന് അവനെ പിടിച്ച് അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കാണ് ഡേവിഡ് എപ്പോഴും മരിച്ചില്ല, അവൻ വീണ്ടും ഇല്ല സോംബികൾ ഇഴഞ്ഞു വരുമല്ലോ ശബ്ദം ഉണ്ടാക്കിക്കൊണ്ട്, അതുപോലെ ഇഴഞ്ഞു വരുമ്പോൾ അവൻ തന്നെ യൂസ് ചെയ്യുന്ന ആ ഒരു അമ്പെടുത്ത് അവന്റെ കണ്ണിലേക്ക് വിട്ടുകൊടുക്കുന്നതും ഡേവിഡും ഇപ്പോൾ പൂർണ്ണമായിട്ട് മരിച്ചു. ഇപ്പോഴാണ് കണ്ട എനിക്കും കുറച്ച് സമാധാനമായത്. കുറെ നേരമായിട്ട് ഒരുപാട് എണ്ണത്തിനെ കൊന്നു തള്ളുകയല്ലായിരുന്ന 2 എണ്ണം ഇപ്പൊ തിരിച്ച് അവർക്കൊരു പണി കിട്ടിയല്ലോ. അത് കഴിഞ്ഞ് കാണിക്കുമ്പോൾ ഇപ്പോൾ നമ്മുടെ ഹീറോയിനെ അവളുടെ ഓഫീസിലേക്ക് തിരിച്ചെടുത്തു. അത് ഹീറോ പറഞ്ഞതുകൊണ്ട് അതേപോലെ തന്നെ ഇവർ രണ്ടുപേരും ആ ഒരു സിനിമയെല്ലാം പ്രദർശിപ്പിക്കുന്ന ആ ഒരു സ്ഥലമുണ്ടല്ലോ അവിടേക്ക് വന്നിരുന്ന് പരസ്പരം രണ്ടുപേരും പ്രപ്പോസ് ചെയ്ത് അവരുടെ ഇഷ്ടവും പരസ്പരം അറിയുകയും ചെയ്യുന്നതോടുകൂടി ഈ ഒരു മൂവിയും ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. അപ്പോൾ അടുത്തൊരു നല്ല മൂവിയായിട്ട് ഉടനെ തന്നെ വരാം. അതുവരേക്കും ബൈ.